സ്തോത്രം ചെയ്യുന്നു. ദൈവവാസതയ്ക്ക് ചെയ്യുമ്പോൾ എൻ്റെ സന്തോഷം വിദ്യാർത്ഥിയായിരുന്നു. അതുപോലത്തെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നല്ല നിലവാരത്തിൽ ദൈവത്തിന് സ്തോത്രം. ആ സഹോദരി സിനിമകളുടെ മാതാവ് അദ്ദേഹത്തിൻ്റെ പിതാവ് ദൈവസഭയുടെ സ്തോത്രം. 1950 എൻ്റെ ഗ്രാൻഡ് ഫാദർ ചാക്കോറിൽ പ്രാർത്ഥിച്ച് തൃശ്ശൂരിലേക്ക് യാത്ര കുടുംബങ്ങൾ വളരെ വർഷങ്ങളായി ദൈവസഭയുടെ അഭിമാനമായി കേരളീയത്തിൻ്റെ അഭിമാന സഭയായി ഇന്ന് നിലനിൽക്കുന്നതോർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുകയാണ്. ആ സഭയിൽ നിന്ന് കടന്നു സ്ഥലത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം എല്ലാ നിലയിലും അനുഗ്രഹിക്കട്ടെ. വാക്കുകളെ ഞാൻ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഒന്നിന്റെ കാരണങ്ങൾക്ക് ശേഷമായിട്ട് കർത്തദാസന്മാർക്ക് വേണ്ടി കർത്താവിന്റെ സന്നദ്ധ പിതാവായ രണ്ട് സ്ഥാപനങ്ങളാണ് കുടുംബം സഭ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പിതാവായ ദൈവം സ്ഥാപിച്ചതും പുത്രനായ ക്രിസ്തു ഉറപ്പിച്ചതും പരിശുദ്ധാത്മാവ് സ്ഥിരീകരിച്ചതുമായ മംഗളകരമായ വിശുദ്ധമായ ശുശ്രൂഷയാണ് വിവാഹ ശുശ്രൂഷ. ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ദൈവം സ്ഥാപിച്ചു എന്നുള്ളതാണ്. പിതാവായ ദൈവം സ്ഥാപിച്ചു, വിവാഹം ആശീർവദിച്ചതും ദൈവം തന്നെയാണ്. ആ നിലയിൽ വളരെ വിശുദ്ധമായി പരിപാവനമായി പ്രവേശിക്കേണ്ട ഒരു ശുശ്രൂഷയാണ് വിവാഹം എന്ന് പറയുന്നത്. സ്തോത്രം ചെയ്യും. അതിനെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ പുസ്തകത്തിൽ നിങ്ങൾ ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്തത് നല്ല വൃത്തിയുള്ളതുകൊണ്ട് ആധികാരികമായി വിശദമായി പറയേണ്ട കാര്യമില്ല. എല്ലാവരും അറിയാം. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരും ദൈവത്തിനും കേൾക്കുകയും ഈ ശുശ്രൂഷ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ടവരിലേക്ക് ദൈവം എല്ലാ വിധത്തിലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ശേഷാൽ സിനിമോൾ ഇവരുടെ വിവാഹത്തോട് ബന്ധത്തിൽ നമ്മുടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ബാധ്യത നമ്മെ സംബന്ധിച്ചുണ്ട്. ക്രിസ്ത്യയിൽ നയിക്കപ്പെടുവാനാകട്ടെ. ദൈവം സ്ഥാപിച്ച രണ്ട് സ്ഥാപനങ്ങൾ കുടുംബം സഭ എന്ന് പറയുന്നത് പൈശാചിക മണ്ഡലങ്ങൾ രണ്ടിനെ തകർക്കുവാൻ അക്ഷീണമായി പരിശ്രമിച്ച കാലഘട്ടങ്ങൾ ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്താൽ സ്ഥാപിതമായതുകൊണ്ട് അതിന്നുവരെ നിലനിൽക്കുകയും ആ നിലയിൽ പരിപാലനമായി പുലർത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം കാണാൻ സാധിക്കുന്നു. സർവകൃപാലുവായ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ഇന്ന് പകൽക്കാല ശുശ്രൂഷ നടക്കുമ്പോൾ ആസന്നഭാവിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ആത്മാവട്ടെ സഭയുമായിട്ട് വിവാഹത്തിന്റെ നിഴലാണ് ഇവിടെ നടക്കുന്ന വിവാഹ ശുശ്രൂഷകൾ. സാക്ഷാൽ പുരുടായ ശുശ്രൂഷ നടക്കുന്നത്, പുരുടായ വിവാഹം നടക്കുന്നത് നമ്മുടെ കർത്താവായ യേശു സഭയുമായിട്ടുള്ള വിവാഹത്തിന്റെ ബന്ധത്തിലാണ്. നിങ്ങളുടെ കല്യാണം വന്നുവല്ലോ എന്ന് പറയുന്നത് സ്തോത്രം ചെയ്യുന്നു. അവയാൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ തുടർന്ന് ഉള്ള മിനിറ്റുകൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റെജി ജോൺ അതുവിന്റെ ഭാഗത്തുനിന്ന് ദൈവത്തിൽ നമ്മൾ സംസാരിക്കും. അതിനുശേഷമായിട്ട് നമുക്ക് ഈ മാർക്കിന്റെ സഭയുടെ ശുശ്രൂഷകൻ ചില മിനിറ്റുകൾ സംസാരിക്കും. ആ നിലയിലായിരിക്കും. ശേഷം ബഹുമാനായ വിവാഹ ശുശ്രൂഷ ആശീർവദിക്കും. ഒരു മണിയോടുകൂടി സമൂഹം പര്യവസാനിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ കർത്താവിദാസൻ രജയോടെ ആശ്രയിക്കുന്നു. ഇത് നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ കർത്താവിൻ്റെ ധന്യങ്ങളുടെ നാമം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവകരങ്ങളിലായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.
ഇന്ന് പകൽക്കാലം വേദിയിലായിരിക്കുന്ന അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഇന്ത്യ അസോസിയേഷൻ ദിവസ കേരള റീജിയൻ റാന്നി നോർത്ത് സെൻട്രൽ മിനിസ്റ്റർ അതുപോലെ തന്നെ പ്രിയ സിനിമകളുടെയും ജിമിൻ്റെയും വിവാഹ ശുശ്രൂഷ നടത്തി ആശീർവദിക്കുവാൻ വേണ്ടി നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ഇന്ത്യ അസോസിയേഷൻ ദിവസഭ കേരള റീജിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് റവറൻഡ് ജോസഫ് ഫാദർ, ഈ സ്പെഷ്യൽ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ കുഞ്ഞുമലകൾ, വേദിയിലായിരിക്കുന്നതായ സെൻട്രൽ മിനിസ്റ്റർമാർ, സീനിയർ ദൈവദാസന്മാർ, അതുപോലെ ശുഭോൾ സാറ്, വേദിയിലായിരിക്കുന്ന ബന്ധുക്രാദികൾ, പ്രിയപ്പെട്ടവർ, അതിലുപരിയായി ഇന്ന് പകൽക്കാലം വിവാഹിതരാകാൻ പോകുന്നതായ ജിബിൻ, സിനിമോ, എല്ലാവർക്കും ധന്യനായ കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. വളരെ വേഗത്തിൽ നിങ്ങളുമായി ഒരല്പസമയം ദൈവവചനം ചിന്തിക്കുവാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എബ്രായ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിലെ 13-ാം അധ്യായം 4-ാമത്തെ വാക്യം ഇങ്ങനെ നാം എഴുതി ചേർക്കപ്പെടുവാനിടയായിട്ടുണ്ട്: വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്ന പൗലോസ് ഓർപ്പിക്കുവാൻ ഇടയായി. വേദപുസ്തക ചരിത്രത്തിൽ വിവാഹത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഒരു വിവാഹത്തോടു കൂടിയാണ് ആരംഭിക്കുവാനിടയാകുന്നത്. വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണത്തോടുകൂടി അവസാനിപ്പിക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുത, വേദപുസ്തക ചരിത്രം ആരംഭിക്കുന്നത് ഒരു മഹനീയമായിരിക്കുന്ന വിവാഹത്തോടുകൂടിയാണ് എന്ന് നമുക്ക് കാണുവാനിടയാണ്. എന്താണ് വിവാഹം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയാണ്. വ്യത്യസ്ത കുടുംബങ്ങളിൽപ്പെട്ടതായ രണ്ട് വ്യക്തികളെ തമ്മിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നതായ മഹനീയമായിരിക്കുന്ന ശുശ്രൂഷയാണ് വിവാഹമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയാണ്. വ്യത്യസ്ത ജാതി മധ്യസ്ഥരുടെ ഇടയിൽ വിവിധ നിലവാരത്തിലുള്ള വിവാഹ ആചാരങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനിടയാണ്. ക്രൈസ്തവ സമൂഹങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ വിവിധ നിലവാരത്തിൽ വിവാഹം നടത്തപ്പെടുന്നത് നമുക്ക് കാണുവാനിടയാകും. എന്നാൽ പെന്തക്കോസ്ത് വിവാഹത്തിന്റെ പ്രാധാന്യത എന്ന് പറയുന്നത് ഇവിടെ ദൈവത്താൽ ഉഭയസമ്മതത്താൽ കൂട്ടിയോജിപ്പിക്കപ്പെടുന്നതായ മഹനീയമായിരിക്കുന്ന ശുശ്രൂഷയാണ് വിവാഹമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയാകും. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്തിൽ വിളിച്ചു പറയപ്പെടുവാനിടയാകുന്നത്: ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് അവിടെ വിളിച്ചു പറയാനിടയാകുന്നത്. കാരണം ക്രൈസ്തവ വിശ്വാസ സമൂഹങ്ങൾ വളരെയധികം ആധികാരികമായി വിശ്വസിക്കപ്പെടുന്നത് ഒരു വിവാഹം എന്ന് പറയുന്നത് ദൈവത്താൽ യോജിപ്പിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയാണ്. മനുഷ്യന്റെ സ്വയമായ ഇഷ്ടത്താലോ മനുഷ്യന്റെ സ്വയമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വസ്തുതയല്ല വിവാഹം എന്നുള്ള കാര്യം മറന്നു പോകരുത്. വിവാഹം എന്ന് പറയുന്നത് ദൈവത്താൽ ഉടലെടുക്കപ്പെട്ട ദൈവം
ആമേൻ താൻ ഒരുക്കപ്പെട്ടിരിക്കുന്നതായ പരിപൂർണമായിരിക്കുന്ന വിശ്വാസത്തോടുകൂടി ആയിരിക്കുന്ന ഒരു വസ്തുതയാണ് വിവാഹം എന്നുള്ള കാര്യം ഈ തരുണത്തിൽ ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ഇവിടെ സകല ഭൂചരാചരങ്ങളിൽ കർത്താവ് സൃഷ്ടിക്കപ്പെടുവാനിടയായി തീർന്നു. ആദമിനെയും ദൈവം സൃഷ്ടിച്ചു. എന്നാൽ അടുത്ത ഭാഗത്ത് ഇവിടെ എഴുതം ചേർക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യൻ ഏകനല്ല എന്ന് കണ്ട് ദൈവം അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു എന്ന് നമുക്ക് കാണുവാനിടയാകും. നമുക്കറിയാം, മനുഷ്യൻ ഏകനല്ല. ഒരു ജീവജാലങ്ങളും ഏകമായി ഇവിടെ പാർക്കപ്പെടുവാൻ സാധ്യമല്ല. അങ്ങനെ എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ തുണയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇണയായിരിക്കുമ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല എന്ന് ദൈവം കണ്ടിട്ട് ഒരു വലിയ ഗാഠനിദ്ര ആദമിന്റെ മേൽ വരുത്തി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആദമിന്റെ മേൽ ഗാഠനിദ്ര വരുത്തി അവന്റെ അസ്ഥികളിൽ നിന്നൊന്നെടുത്ത് ഒരു സ്ത്രീയെ നിർമ്മിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, മനുഷ്യനെ സൃഷ്ടിച്ചത് നിലത്തിലെ പൊടിയെടുത്തുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കപ്പെടുവാനിടയായി. അങ്ങനെ നിലത്തിലെ പൊടിയെടുത്ത് സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യന് അവൻ സ്വന്തമായ ഒരു തുണയില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം അവനെ ഉറക്കി കിടത്തിയിട്ട് അവനെ നല്ല ഗാഠനിദ്രയിലായിരിക്കുന്ന സമയത്ത് അവന്റെ അസ്ഥികളിൽ നിന്ന് എടുത്ത് അവനെ സൃഷ്ടിക്കുവാനിടയായി തീർന്നു. ഉറക്കമുള്ളതായ ആദം കാണുന്നത് തന്റെ മുൻപിൽ നിൽക്കുന്നതായ സ്ത്രീയെയാണ് നമുക്ക് കാണുവാനിടയാകുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെയുള്ള വിളിച്ചു പറയുന്നു, ഇവിടെ അസ്ഥിയിൽ നിന്നും അല്ലെങ്കിൽ അസ്ഥിയിൽ നിന്നും എടുത്തിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. നരനിൽ നിന്ന് എടുത്തിരിക്കുക ഇവിടെ നാരി എന്ന് നാമകരണം ചെയ്യുവാൻ ഇടയായി തീരുന്നു എന്നുള്ളത് കാണുവാൻ കഴിയും. അങ്ങനെ അവിടെ ഏതൻ തോട്ടത്തിൽ വെച്ച് ദൈവം താൻ ഒരുക്കപ്പെട്ട പ്രഥമ വിവാഹം അവിടെ നടക്കപ്പെടുവാനിടയായി. ദൈവം താൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന ദൈവം നടത്തപ്പെട്ടിരുന്ന പ്രഥമ വിവാഹത്തിന്റെ വലിയ പരിശുദ്ധിയുടെ ഒരു വലിയ വ്യാപാരം ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബജീവിതം വളരെ സന്തോഷകരമായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ഒരു പരിപാവനമായിരിക്കുന്ന ഒരു സന്തോഷകരമായിരിക്കുന്ന തൃപ്തിയടയുന്നതായ ഒരു കുടുംബജീവിതം നയിക്കപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യന് വേണ്ടി കുടുംബത്തെ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള കാര്യം ഇത്തരണത്തിൽ ഓർപ്പിക്കപ്പെടുകയാണ്. കാരണം കുടുംബത്താൽ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതായ ഉടമ്പടിയോടുകൂടെ ആ കുടുംബബന്ധം യോജിക്കപ്പെടുമ്പോൾ ആ കുടുംബം വളരെ സന്തോഷപൂർണമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്നു എന്ന് നമുക്ക് കാണുവാനിടയാകും. നമുക്കറിയാം, എന്താണ് ഉഭയസമ്മതം? മനുഷ്യൻ തമ്മിലുള്ളതോ അല്ലെങ്കിൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ളതായ ഉഭയസമ്മതത്തെയാണ് അല്ലെങ്കിൽ ആ ഉടമ്പടിയാണ് ഉഭയസമ്മതം എന്ന് കാണുവാനിടയാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ലോകപരമായിരിക്കുന്ന മറ്റൊരു യാതൊരു വിധമാകുന്ന വസ്തുക്കളും ഉപയോഗിക്കാതെ ദൈവത്താലുള്ള ഉഭയസമ്മതത്താൽ ഇവരെ കൂട്ടിയോജിപ്പിക്കപ്പെടുവാൻ ഇടയാകുന്നത് എന്നുള്ള കാര്യം ഓർപ്പിക്കപ്പെടുകയാണ്. സിനിമകളെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഓർപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശ്രദ്ധപ്പെടുകയാണ്. സിനിമകളുടെ പാസ്സായി ഞാൻ 3 വർഷം കഴിഞ്ഞ് 4-ാം വർഷത്തിലേക്ക് ആ സഭയിൽ പ്രവേശിച്ചിരിക്കുന്നു. നല്ല അക്ഷരക്ക ബോധമുള്ള ഒരു പെൺകുട്ടി കൃത്യസമയത്ത് തന്നെ ആരാധനയിൽ സംബന്ധിക്കുവാനിടയാകും. ദീർഘവർഷങ്ങൾ സൺഡേ സ്കൂൾ അധ്യാപികയായി ദൈവസഭയുടെ സൺഡേ സ്കൂൾ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുവാനിടയായിട്ടുണ്ട്. എന്തുകൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബമാണ് സിനിമയുടെ കുടുംബമെന്ന് എനിക്ക് ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ വളരെ ധൈര്യത്തോടെ പറയപ്പെടുവാനിടയായിത്തീരും. കാരണം തികഞ്ഞ ദൈവഭക്തിയോടുകൂടെ തികഞ്ഞ അച്ചടക്ക ബോധത്തോടുകൂടി ദൈവത്തെ സേവിക്കുന്നതായ ആമേലൊരു സ്വഭാവം തൻ്റെ മകൾക്കുണ്ടായിരുന്നു. കൃത്യമായി ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അത് വളരെ കൃത്യതയോടുകൂടെ ചെയ്യുന്ന കാര്യത്തിൽ വളരെ
ഉത്സാഹിക്കപ്പെടുവാനിടയാണ്. സഭകളിൽ നടക്കുന്നതായ ഏത് പ്രാർത്ഥനകൾക്കും, പ്രത്യേകിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് കൃത്യമായി ഉപവസിക്കുന്നതായ ഒരു പെൺകുട്ടിയാണ് സിനിമോൾ എന്ന് കാണുവാനിടയാകും. അതുകൊണ്ട് ഇന്ന് കാലം അടുത്തപടി ദൈവസഭയോട് ഞാൻ ഓർപ്പിക്കട്ടെ, സിനിമോൾ ഈ സഭയിലേക്ക് കടന്നു വരുന്നത് ഒരിക്കലും ഒരു നഷ്ടമല്ല. നിങ്ങളുടെ ആത്മീക ശുശ്രൂഷകൾക്ക് ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട നിലവാരം ആ പെൺകുട്ടി മുഖാന്തരം പുലർത്തുവാൻ ഇടയായിത്തീരും. അതുപോലെ തന്നെ ആ കുടുംബത്തോടും ജിബിനോടും ഓർപ്പിക്കട്ടെ, സിനിമോൾ എന്ന് പറയുന്നതായ ഈ യുവതിയെ നിങ്ങൾക്ക് ലഭിക്കുന്നത് കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരും. കാരണം കൃത്യമായി ഒരു പെൺകുട്ടി ചെയ്യേണ്ടതായ കാര്യങ്ങൾ കൃത്യതയോടുകൂടെ ദൈവഭയത്തോടുകൂടെ ചെയ്യുവാൻ കടപ്പെട്ടവളാണ് അവൾ. അതുകൊണ്ട് നിശ്ചയമായി നിങ്ങളുടെ കുടുംബം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലവാരത്തിൽ, പ്രാർത്ഥനയിൽ വളരെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു നിലവാരത്തിൽ ആകാനെ കടന്നു പോകുവാൻ ഇടയായിത്തീരും. ദൈവസഭാനങ്ങള് അവിടെ ആലയപ്പണിക്ക് വേണ്ടി 24 മണിക്കൂർ അവൻ പ്രാർത്ഥന ക്രമീകരിക്കപ്പെട്ടിരിക്കുമ്പോൾ നന്നേ പ്രഭാതത്തിൽ 1 മണിക്കൂർ സമയം സിനിമോൾ പ്രാർത്ഥന ക്രമീകരിച്ച അന്നു മുതൽ ഇന്ന് പ്രഭാതം വരെയും കൃത്യമായി പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, അങ്ങനെ വളരെ പ്രാർത്ഥനയ്ക്ക് ഏത് തിരക്കിന്റെ നടുവിലും താൻ വളരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൃത്യമായി താൻ പങ്കുകൊള്ളുന്നതായ ഒരു പെൺകുട്ടിയാണ്. അതിന്റെ കുടുംബത്തിന് ഒരിക്കലും നഷ്ടമല്ല എന്നുള്ള കാര്യം ഇത്തരണത്തിൽ ഓർപ്പിക്കുകയാണ്. ഇനി പ്രിയ രണ്ടുപേരോടുള്ള കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു വാക്കുകൾക്ക് വിരാമം കുറിക്കുക. നമുക്കറിയാം, വേദപുസ്തക ചരിത്രത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഫെസ്യ സഭയ്ക്കും കൊലോസ്യ സഭയ്ക്കും ലേഖനം എഴുതുമ്പോൾ കുടുംബജീവിതത്തിന്റെ ഭദ്രതയെ കുറിച്ച് വളരെയധികം ആധികാരികമായി ഓർപ്പിക്കപ്പെടുവാൻ ഇടയായി തീർന്നു എന്നുള്ള കാര്യം ഓർപ്പിക്കുവാൻ ഇടയാകുന്നു. അവിടെ ഓർപ്പിക്കുന്നത് ഭാര്യ ഭർത്താവിന് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങിയിരിക്കണമെന്ന് പൗലോസ് എഫെസ്യ ലേഖനം 5:22 ആമേൻ വിളിച്ചു പറയുന്നു. കൊലോസ്യ ലേഖനം 3:18 അതേ ഭാഗം തന്നെ പൗലോസ് അവിടെ ഓർപ്പിക്കപ്പെടുവാനിടയാകുന്നു. അതുകൊണ്ട് സിനിമോളോട് ഇന്ന് പകൽക്കാലം എനിക്ക് ഓർപ്പിക്കുവാനുള്ള ഒരു കാര്യം, ചില നിമിഷങ്ങൾ കൂടെ കഴിയുമ്പോൾ ദൈവസഭയിലെ ഓവർസിയർ തന്റെ സമ്മതത്തോടുകൂടി നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരാക്കി തീർക്കുമ്പോൾ നിങ്ങൾ രണ്ടല്ല ഒന്നായി തീരുന്ന ഒരു വസ്തുതയിലേക്ക് കടന്നു വരികയാണ്. സിനിമോൾ കൃത്യമായി ജീവിത കർത്താവിനുചിതവണ്ണം ഒരു ഭർത്താവിന് കീഴടങ്ങിയിരിക്കേണ്ടതായ എല്ലാ മാതൃകപരമായ ജീവിതത്തിലും നീ കീഴടങ്ങിയിരിക്കുവാൻ തൽപരരായിരിക്കണമെന്നുള്ള കാര്യം ഈ തരുണത്തിന് ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്കറിയാം, ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. മാത്രമല്ല, ഒരു കുടുംബത്തിനകത്ത് ഒരു ഭാര്യ എന്ന് പറയുന്നത് ഒരു വിളക്കാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അത് നമുക്കറിയാം, ഒരു മരം പൂത്തു വരുമ്പോൾ, മരം തഴച്ചു വളരുമ്പോൾ ഒരു മരത്തിന് തനിയെ വളരുവാൻ കഴിയുന്നില്ല. ആ മരം എന്ന് പറയുന്നത് പുരുഷനാണെങ്കിൽ ആ തണൽ എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആയിരിക്കണം എന്നുള്ള കാര്യം അവിടെ വിശുദ്ധ പണ്ഡിതന്മാർ ഓർപ്പിക്കപ്പെടുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നീ എല്ലാ നിലയിലും ജീവനെ പൂർണ്ണമായി അനുസരിക്കുന്നതായ ഒരു നല്ല ഭാര്യയായി തീരുവാൻ കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ഭർത്താവിനെ ബഹുമാനിക്കുവാൻ ഇടയായി. അബ്രഹാമിനെ സാറ ബഹുമാനിച്ചിരുന്നു. യജമാനെന്ന് അവനെ വിളിച്ചിരുന്നു എന്നത് നമുക്ക് കാണുവാൻ ഇടയാകും. യജമാനെന്ന് പറയുന്ന പദം ബഹുമാന പുരസ്കാരത്തോടുകൂടെ വിളിക്കപ്പെടുന്നതായ പദത്തെയാണ് നമുക്കവിടെ ഓർപ്പിക്കപ്പെടുവാൻ ഇടയാകുന്നത്. സകലത്തിലും സാറ അബ്രഹാമിന് കീഴടങ്ങിയിരിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. നമുക്കറിയാം, പത്രോസ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തരുത്.
ഏത് തിരക്കിലുള്ള അവസ്ഥയിലും സന്ധ്യയുടെ യാമത്തിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങളിടയാകണം. പ്രഭാതത്തിൽ ആമേൻ ജോലിക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരണം. നമുക്കറിയാം സ്തോത്രത്തിൽ വിശുദ്ധ തിരുവെഴുത്തുകളിൽ വിളിച്ചു പറയുന്നത് ഭാര്യ നന്നേ രാവിലെ എഴുന്നേൽക്കണം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ നന്നേ രാവിലെ എഴുന്നേൽക്കുന്നത് ജീവിതത്തിന്റെ ഒരു ഒരുക്കത്തെ അവിടെ വിളിച്ചു പറയപ്പെടുവാൻ ഇടയായി തീർന്നു എന്നുള്ള കാര്യം അവിടെ ഓർപ്പിക്കപ്പെടുകയാണ്. അവരെ അനുസരിക്കണം. ആമേൻ ഭർത്താവിനെ മാനിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവിനെ കീഴടങ്ങിയിരിക്കണം. അങ്ങനെ ഒരു ഉത്തമ ഭാര്യ ചെയ്യേണ്ടതായ എല്ലാ നല്ല കടപ്പാടുകളിലും സിനിമോൾ ചെയ്യുവാൻ തയ്യാറാകണമെന്നുള്ള കാര്യം ഞാൻ പകൽക്കാലം ആമേൻ സിനിമോൾ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ഓർപ്പിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ വാഴത്തുപടി ദൈവസഭയുടെ അംഗമായിരിക്കുന്ന ആമേൻ ജിബിന് എനിക്ക് കക്കടുമൺ ദൈവസഭയിൽ ഇരിക്കുന്ന കാലഘട്ടം മുതലേ ആ കുടുംബത്തെ എനിക്ക് നന്നായി അറിയാവുന്നതാണ്. ആ പ്രിയ സഹോദരൻ ആത്മീക കാര്യങ്ങൾക്ക് വളരെ മുൻതൂക്കം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല യൗവനക്കാരനാണ്. കാരണം ദൈവസഭയുടെ ആമേൻ പുത്രിക സംഘടനകളിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുവാനുമൊക്കെ ദൈവവിളിയാക്കി തീർത്തതായ ആ പ്രിയ ജിബിന് സിനിമ ലഭിക്കുക എന്ന് പറയുന്നത് ഒരനുഗ്രഹിക്കപ്പെട്ടതായ ആമേൻ അവസ്ഥയാണ്. മാത്രമല്ല അവിടെ നമുക്ക് തിരുവെഴുത്ത് പറയുന്നത് നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ആമേൻ സ്തോത്രം. ഭാര്യയെ സ്നേഹിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു കൊടുക്കുവാൻ ഇടയായി തീരണം എന്ന് നമുക്ക് കാണുവാൻ ഇടയാകണം. നമുക്കറിയാം ഭാര്യയോടെ കൈപ്പായിരിക്കരുത് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് ഓർപ്പിക്കുവാൻ ഇടയാകണം. നമുക്കറിയാം ജീവിതത്തിന്റെ ആദ്യ മണ്ഡലങ്ങളിലെ അവസ്ഥകളൊക്കെ മാറും. എന്നാൽ അല്പം കഴിയുമ്പോൾ ആമേൻ സ്തോത്രം എന്തെങ്കിലും ആമേൻ സംസാരത്തിന് അരോചകത്വം ഉണ്ടായാൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത് ഒരു ഭാരമാകരുത്. ദൈവസഭയിൽ വെച്ച് പ്രാർത്ഥിക്കുവാനിടയാകണം. എന്തെങ്കിലും ബുദ്ധിമുട്ട് തുറന്ന് പരസ്പരം പറഞ്ഞ് ദൈവസന്നിധിയിൽ അതിന് ക്രമീകരണം കണ്ടെത്തി നാമെ മുൻപോട്ട് കടന്നു പോകുവാനിടയാകണം. കാരണം ഒരു വലിയ സന്തുഷ്ട കുടുംബം, ഒരു സന്തോഷകരമായിരിക്കുന്ന കുടുംബം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടട്ടെ എന്നുള്ള കാര്യം ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിക്കപ്പെടുകയാണ്. എന്ന് പകൽക്കാലം ഓർപ്പിക്കട്ടെ. വേദിയിൽ എനിക്ക് മുൻപിലായിരിക്കുന്നവർ ഒരു പക്ഷേ വിവാഹ ജീവിതം കഴിഞ്ഞ് സന്തോഷപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. വിവാഹ ജീവിതത്തിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. വിവാഹം കഴിക്കുവാൻ വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതായ ആമേൻ വ്യക്തികളുണ്ട്. നിങ്ങളോടെല്ലാം എനിക്ക് ഓർപ്പിക്കുവാനുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വെച്ച് നടക്കുന്നതായ വിവാഹം ഒരു നിഴലായി മാത്രം ശേഷിക്കുമ്പോൾ സ്വർഗത്തിന്റെ ദൈവം സ്വർഗത്തിൽ നമുക്ക് ഒരു വലിയ വിവാഹമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ വിളിച്ചു പറയുന്നത് കുഞ്ഞാടിന്റെ കല്യാണവും വന്നുവല്ലോ, സഹോദരത്താൽ ഒരുക്കി കാത്തിരിക്കുന്നു, കാന്തയെ ഒരുക്കപ്പെട്ടിരിക്കുന്നു, നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ. കാരണം കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു കാന്തയാണ് സഭയിലുള്ള കാര്യം ഇത്തരത്തില് ഓർപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് പകൽക്കാലം ഓർപ്പിക്കട്ടെ. ആ മഹനീയമായ കല്യാണത്തിന് വേണ്ടി ആമേൻ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭ കേരള റീജിയൻ തൃശ്ശൂർ സെൻട്രൽ ചേർക്കര ദൈവസഭയുടെയും അവിടെയുള്ളതായ സകല ദൈവങ്ങളുടേതായ പ്രത്യേകമായ അനുമോദനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുന്നു. കർത്താവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രധാന ശുശ്രൂഷ നടക്കേണ്ടതായ സമയം ഏതാണ്ട് സമയഗതമായിരിക്കുകയാണ്. 12 മണിക്ക് തന്നെ കർത്താവിൻ്റെ താമസമായ സമയം കൈമാറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയത്. ഇനി ചില മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. 10 മിനിറ്റാണ് മെസ്സേജിന് സമയം ക്രമീകരിച്ചിരുന്നത്. കർത്താവിൻ്റെ ദാസരുടെ നല്ല സന്ദേശം ഇന്ന് പൽക്കാലം കഴിയുകയായിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും ബന്ധുക്കളും സഹോദരങ്ങൾക്കും ഇടയായി ആയതുകൊണ്ട് തന്നെ നമ്മുടെ മധ്യത്തിൽ ആയിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ ഭാവിയെ സംബന്ധിച്ച് മധ്യത്തിലുള്ളവർക്കിടയായി അനുഗ്രഹീതമായ ശുശ്രൂഷ നടത്തുവാൻ എന്നെ
ക്ഷണിക്കപ്പെട്ട് കടന്നിരിക്കുന്ന ഇന്ത്യ കോൺഗ്രസ് ദൈവസഭയുടെ അനുഗ്രഹീതനായിരിക്കുന്ന ജോമൻ ജോസഫ്, അതുപോലെ റാന്നി നോർത്ത് സെൻട്രൽ മിനിസ്റ്ററായിരിക്കുന്ന പ്രധാനദാസിൻ്റെ പ്രകാരം ഫസ്റ്റ്, മറ്റു ക്ഷണിക്കപ്പെട്ട് കടന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, ബന്ധുക്കൾ, സഹോദരങ്ങൾ, ചർച്ചകളിലപ്പുറമായി വിവാഹത്തിൽ നിന്നിരിക്കുന്ന സ്നേഹമാണ് അറിയിക്കുന്നു. അദ്ദേഹം നമ്മളെ സഹായിക്കുമാറാകട്ടെ. വിവാഹം നാം നിശ്ചയിച്ചത് 14-ാം തീയതിയാണ്. എന്നാൽ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നാം പഠിക്കുമ്പോൾ വിവാഹത്തിൻ്റെ സ്ഥാപകൻ വലുവനായ ദൈവമാണ്. സകലതിനെയും സൃഷ്ടിച്ച് അവസാനമായി തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് നിശ്ചലമായി കിടക്കുന്ന മനുഷ്യ ശരീരത്തിലേക്ക് തന്റെ ജീവനുള്ള ദേഹിയാക്കി തീർത്ത സകല അധികാരങ്ങളും മനുഷ്യന് നൽകി തന്നതായിരിക്കുന്ന പ്രവൃത്തികളൊക്കെ തികച്ചു കഴിഞ്ഞപ്പോൾ ദൈവം മനുഷ്യനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ ഏകനാണ്. സ്തോത്രം. ആയതുകൊണ്ട് തന്നെ ഏകാന്തത മാറ്റുവാൻ സ്വർഗം ചെയ്തത് അടുത്ത ആദാമിനെ സൃഷ്ടിച്ചതായ അതേ അവസ്ഥയിൽ നിന്നൊരു പൊടിയെടുത്ത് അതുകൊണ്ട് രൂപഭംഗി വരുത്തി, ഒരു സ്ത്രീയെ രൂപഭംഗി വരുത്തി ജീവനൂതി ആദാമിനെ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സൃഷ്ടിപ്പായിരുന്നെങ്കിൽ അകൽച്ച ഉണ്ടാകുമായിരുന്നു. എന്നാൽ അകൽച്ച ഉണ്ടാകാതെ ഒന്നായിരിക്കുവാൻ ദൈവം ചിന്തിച്ച് തീരുമാനിച്ചത് തൻ്റെ ശരീരത്തിൽ തന്നെ ഒരു ഭാഗമെടുത്ത് അതിന് രൂപഭംഗി വരുത്തി ഒരു സ്ത്രീയാക്കി അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഐക്യത ഉണ്ടാകും, ഏകാഗ്രത ഉണ്ടാകും, ഒരു സ്വഭാവം ഉണ്ടാകും വിചാരിച്ച് അങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതാണ്. മനുഷ്യനുണ്ടാക്കിയത് ഏകാഗ്രത മാറ്റാൻ വേണ്ടി മാത്രമല്ല ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്, വംശവർദ്ധനകളെ ആഗ്രഹിച്ചുകൊണ്ടാണ്. ആയതുകൊണ്ടാണ് ഈ ലോകത്തിൽ അനവധി ജനങ്ങൾ പെറ്റുപിരിവാനിടയാക്കുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം പ്രവർത്തിച്ചത് മാത്രമാണ്. ഞാൻ ആ ഭാഗങ്ങൾ വിടുകയാണ്. അനവധി വിവാഹവേദിയിൽ കടന്നു ചെന്ന് അനുഗ്രഹീതരായ ദൈവദാസന്മാരുണ്ടായിരിക്കുന്ന ദൈവികമായിരിക്കുന്ന സന്ദേശം അനവധി കാര്യങ്ങൾ കേട്ടിട്ടുള്ള എല്ലാ ദൈവങ്ങളുടെയും ആയിരിക്കുന്നത് കൂടുതലായി ഉപദേശിക്കേണ്ട കാര്യമില്ല. ദിവസം ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരാണ്. എന്നാൽ പ്രിയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ 2 ഭവനങ്ങളിലായിരുന്ന 2 മാതാക്കളെ ജനിച്ചു വളർത്തപ്പെട്ടതായ പല കുഞ്ഞുങ്ങൾ ഒന്നിച്ച് ഒരു ഭവനത്തിൻ്റെ അംഗമായി ജീവിക്കുമ്പോൾ തീരുമ്പോൾ ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന മാനസികമായിരിക്കുന്ന സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മാനുഷ്യമായിരിക്കും നമ്മളിൽ നിന്നുണ്ടാകുന്നതല്ല. നമുക്ക് പുറത്തു നിൽക്കുന്ന പിശാചെന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. അവൻ്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവരാണ് അദ്ദേഹത്തിന് വചനം വരുന്നത്. പിശാച് നമ്മളിലൂടെ പ്രവേശിച്ച് കുഞ്ഞുങ്ങളെ ഏകാന്തത നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മൾ സഹായിക്കുമ്പോൾ ദർശനം ഒരു കുടുംബത്തിൽ നയിക്കുന്ന 2 യുവമിഥുനങ്ങൾ അത് വിവാഹം കഴിച്ച് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരു കാരണവശാലും സമൂഹത്തിനും അവൻ കൂട്ടുകാർക്കും ഒന്നവരെ വേർപിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അവരുടെ ഐക്യതയും സ്നേഹവും കണ്ടുകൊണ്ട് ആ സഹോദരന്റെ സ്നേഹിതന്മാർക്ക് എങ്ങനെയെങ്കിലും ഇവരിൽ നിന്ന് ഭിന്നിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അതിനെന്താ മാർഗമെന്ന് ചിന്തിച്ച് ദിവസങ്ങളെ ചിന്തിച്ച് അവരുടെ തീരുമാനത്തിലെത്തി. ഒരു സഹോദരൻ പറഞ്ഞു, ഇന്ന് ഞാൻ അവരെ ഭിന്നിപ്പിക്കും. അവർ മറ്റുള്ളവരെ ചോദിച്ചു എങ്ങനെയാണ് ഇന്ന് ഭിന്നിപ്പിക്കുന്നത്? അവർ പറഞ്ഞത്, നിങ്ങളിപ്പോൾ കണ്ടോ ഞാൻ ചെയ്യാൻ പോയിരുന്നത് കൂടി ആലോചിച്ച് ആ സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബത്തിൻ്റെ സമീപിപ്പിച്ച് നിങ്ങൾ നിൽക്കുമ്പോൾ ആ സഹോദരി പ്രഭാതത്തിൽ മുറ്റമടിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരൻ അടുത്ത കടയിൽ പോയി സാധനം വാങ്ങിച്ച് മടങ്ങി വരുമ്പോൾ പരസ്പരം കാണാം. അതിലൊരു സഹോദരൻ കടന്നു എന്ന സഹോദരൻ ചെവിയിൽ പറഞ്ഞു, ആരോടും പറയരുത്. ഇത്രേ പറഞ്ഞുള്ളൂ, ആരോടും പറയരുത്. ഈ സഹോദരൻ തൻ്റെ ഭാര്യയുടെ ചെവിയിൽ ചെന്ന് പറയുന്നതായ വാക്കുകൾ അദ്ദേഹം കേട്ടില്ല. പറയുന്നത് കാശ ഭർത്താവ് കണ്ടുകൊണ്ട് വന്ന് ചോദിച്ചു. പറഞ്ഞിട്ട് അദ്ദേഹം പോയി, ഇത് എന്തുവാണ് നിന്നോട് വന്നെന്ന് പറഞ്ഞത്, ആരോടും പറയുകയാണ്. സത്യത്തിൽ ആ സഹോദരനോട് സഹോദരനല്ല, ആരോടും പറയുകയാണ്.
കാര്യം എന്തറിയാം നിങ്ങൾ പറഞ്ഞു ചോദിച്ചപ്പോൾ വിഷയമായി. സംസാരം മൊത്തം അടിയായി പിടിയായി വഴക്കായി വിദ്വേഷമായി. അത് പൈശാചിക പോരാട്ടമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ സഹോദരങ്ങൾ, ചാർച്ച കൈവശമൊക്കെ നമ്മുടെ സ്നേഹത്തിന് ഭംഗം വരുത്തുവാൻ വിധങ്ങളായിരിക്കുന്ന വാക്കുകൾ നമ്മുടെ മേൽ കാല് പോകുമ്പോൾ നാം അത് ഗ്രഹിക്കരുത്. കേട്ട് അത് ഉപേക്ഷിച്ച് കളയണം. നമ്മുടെ കുടുംബജീവിതത്തിന് ഭദ്രത വരുത്തുവാൻ ദൈവസ്ഥയെ പ്രാർത്ഥിച്ച് മുന്നേറുവാൻ സ്വർഗ്ഗമേ കുഞ്ഞുങ്ങളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകം നിങ്ങളുടെ മാതൃസഭയുടെ മെമ്പറായിരിക്കുന്ന ജിമിൻ അനുഗ്രഹീതമായ ഒരു യോഗക്കാരനാണ്. പ്രധാന സ്തോത്രം. കഴിഞ്ഞ ചില ദിവസങ്ങൾ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. അദ്ദേഹം വിദേശത്തായിരുന്നു. എന്നാൽ വന്നതായ നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ സമീപനവും സഹകരണവും ഇടപെടലും ദൈവസഭയുടെ ഒരു ഭാവി വാഗ്ദാനമാണ് എന്ന് എനിക്ക് മനസ്സിലായി. ദൈവദാസനെ സ്നേഹിക്കുവാനും ദൈവസഭയുടേതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്തെടുക്കുവാനും അത് കൂട്ടായ്മയിലൊക്കെ വളരെ കൃത്യമായി കടന്നു വരുവാനും മാത്രമല്ല നല്ലൊരു ഗായകൻ കൂടിയാണ്. ദൈവത്തെ പാടി ആരാധിക്കുന്നതൊക്കെ വളരെ ആഗ്രഹമുള്ള ഒരു പൈതലാണ്. അതിൻ്റെയൊക്കെ സാരാംശം എന്ന് പറയുന്നത് അവരെ ജനിച്ചു വളർത്തതായ മാതാപിതാക്കളായിരിക്കുന്ന മാതൃകപരമായ ജീവിതമാണ്. അവരുടെ കീഴിൽ സമൂഹത്തിൽ വളർന്ന പ്രിയ മകൻ ഞങ്ങൾ സഭയ്ക്ക് അനുഗ്രഹമാണ്. അതുപോലെ ശനിമോൾക്കും ഒരു നല്ല ഭാഗ്യകരമായിരിക്കുന്ന ഒരു ഭർത്താവിനാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബ ജീവിതം ധന്യമായി തീരട്ടെ. വൈശാലികമായ യാതൊരു ചിന്തകളോ പോലും ആര് പറഞ്ഞാലും അംഗീകരിക്കുക, അനുസരിക്കുക, മുഴങ്കാലൊക്കെ പ്രാർത്ഥിച്ച് ആ അനുഗ്രഹിക്കപ്പെട്ടതായ തലമുറയ്ക്ക് ജീവിതത്തിലേക്ക് സ്വന്തം സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ സഹായിക്കുമാറാകട്ടെ. എൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തേക്ക് നാം കടന്നു വരികയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവസഭകൾക്ക് വടതുപടി സഭയ്ക്കും കേരള സഭയ്ക്കും അഭിമാനകരമായ സാഹചര്യം സൃഷ്ടിക്കുന്ന പ്രിയമുള്ളവരെ സ്തുതിക്കുകയാണ്. അവരുടെ വിവാഹം എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയതയെ നയിപ്പാൻ ഉത്തമമായ ഗുരുവിനെ നയിപ്പാൻ സർവശക്തനായ ഉപജയിക്കട്ടെ പ്രാർത്ഥിക്കുമ്പോൾ വേറൊരു ഗാനം ആരംഭിക്കും. അതിനുശേഷം ശുശ്രൂഷയുടെ പ്രധാന ഘട്ടത്തിലേക്ക് കടന്നു വരികയാണ്. ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാൻ പറ്റുവാൻ ഗാനത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നതായിരിക്കും.
ദൈവമേ, സ്വർഗ്ഗസ്ഥനാകുന്ന പിതാവേ, ധന്യകരമായ നിമിഷത്തിനായി നന്ദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ കൃപയിൽ ആഗ്രഹിച്ച് തീരുമാനിക്കപ്പെട്ടതുപോലെ ഇരു കുടുംബങ്ങളും സഭയിൽ കൂട്ടായി ആലോചിച്ച ശുഭമുഹൂർത്തത്തിൽ ഈ അഴിപ്രവർത്തനങ്ങളിൽ കർത്താവ് സഹായിച്ചു. പ്രാർത്ഥിച്ച് ആരംഭിക്കപ്പെട്ട നിമിഷത്തിലുള്ള ശുശ്രൂഷകളിൽ ദൈവത്തിന് വലിയ സാന്നിധ്യമുണ്ടായി. ഇതുവരെയുമായി ദൈവത്തിന് കൃപ ചൊരിഞ്ഞതിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. തുടർന്നുള്ള കാർഷിക ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും പൂർണ്ണാവണത്തിൽ ഇറങ്ങി വന്ന് ആദവുമാരെ അനുഗ്രഹിച്ചവനായ ദൈവത്തിന്റെ സാന്നിധ്യം പ്രിയ കുഞ്ഞുങ്ങളുടെ മേലിതമുകൾ കാലം ചൊരിഞ്ഞ് ഈ വിവാഹ ശുശ്രൂഷ ഏറ്റവും ശ്രേഷ്ഠവും മംഗളമായി തീരുവാൻ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനാകുന്ന ദൈവസഭയുടെ അവസരയെ ഓർക്കുകയാണ്. ദാസനെ കാലത്തിനായി ബലപ്പെടുത്തുമാറാകണം. ശക്തമായിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്ത് ഈ മഹനീയമായിരിക്കുന്ന വിവാഹ ശുശ്രൂഷയെ ആസ്വദിക്കുവാൻ ദാസനെ ബലപ്പെടുത്തിയ ശക്തിയേണ്ടതായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ദൂതന്മാരുടെ പരിപാലനമറിഞ്ഞ് ഇന്ന് പകലനുഗ്രഹിക്കെ സഹായിക്കുകയും ചെയ്ത പിതാവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം സമയം ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുന്നവർക്കായി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ധന്യനായ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സർവ്വകൈകൾക്കായി കർത്താവ് നൽകി നമ്മെ ആസ്വദിക്കുവാൻ അനുഗ്രഹിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ കൃപ ചെയ്യട്ടെ. ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭ കേരള റീജിയൻ സംസ്ഥാന ഓവർസിയർ അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് ഗവൺമെന്റ് ജോസഫ് അവர்கள் ഈ ശുശ്രൂഷ ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷ ആസ്വദിക്കുവാനായിട്ട് നേരത്തെ തന്നെ എത്തിച്ചേരുവാനായി തീർന്നു. ദൈവം ആവശ്യപ്പെട്ടതുപോലെ 12 മണിക്ക് സമയം നൽകണം എന്നാവശ്യപ്പെട്ടിരുന്നു. കൃത്യ സമയത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ അംഗീകരിക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തെ സ്തുതിക്കുക. ദൈവസഭയുടെ വികസന അഭിമാനമായിരിക്കുന്ന ബഹുമാനായ ദൈവസഭയുടെ ഓർത്ത് ദൈവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഓഡിറ്റോറിയത്തിൽ റാന്നി നോർത്ത് സെൻട്രൽ രണ്ടാമത്തെ വിവാഹ ശുശ്രൂഷ ആസ്വദിക്കുവാനാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കുകയും ഈ ശുശ്രൂഷ ആസ്വദിക്കുവാനായി ബഹുമാനായ ദൈവസഭയുടെ ഓർത്ത് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മധുരമായ ഗാനത്തിൻ്റെ ഇരടികൾ എന്നെ സന്തോഷിപ്പിക്കുകയുണ്ടായി. എൻ്റെ പ്രാണപ്രിയ എന്ന വാദനയൊക്കെ വന്നിട്ട് നിന്നെ കാണാൻ ആശയേറിടുന്നു. ആ പ്രത്യാശയോടെ മക്കൾ കരമുയർത്തിയ കർത്താവിനെ സ്തുതിച്ചാട്ട് സ്തോത്രം. ഈ മഹനീയമായ ശുശ്രൂഷ പ്രസൈഡ് ചെയ്യുന്ന കർത്താവിൻ്റെ അനുഗ്രഹിതനും ശ്രേഷ്ഠനുമായ ദൈവഭൃത്യം റാന്നി നോർത്ത് സെൻട്രലിൻ്റെ സെൻട്രൽ മിനിസ്റ്ററും അപ്പോൾ തന്നെ ക്രെഡൻഷ്യൽ ബോർഡിൻ്റെ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട ദേവദാസൻ പാസ്റ്റർ അബ്രഹാം ജോസഫ് അവர்கள், വേദിയിൽ ഉപവിഷ്ടരായ അനുഗ്രഹീതരായ ദൈവദാസന്മാർ പാസ്റ്റർ കെ ഡി മോഹനദാസ്, പാസ്റ്റർ ലാലപ്പ പീറ്റർ, ദൈവസഭയുടെ സീനിയർ മിനിസ്റ്ററും അപ്പോൾ തന്നെ അനുഗ്രഹീതരായ ദൈവഭൃത്യൻ പാസ്റ്റർ ജോൺകുട്ടി സാറാവുകൾ, പാസ്റ്റർ പി എസ് മാത്യു, ഇൻഫ്രാസ്ട്രക്ചർ ബോർഡിൻ്റെ ഡയറക്ടറായി എന്നോടൊപ്പം വളരെ സ്നേഹത്തോടെ പ്രവർത്തിക്കുന്ന ബ്രദർ ദേവിക്കുട്ടി സാറ്, അതോടൊപ്പം തന്നെ പാസ്റ്റർ ടി വി മാത്യു, പാസ്റ്റർ ജോയി തോമസ്, ഈ സദസ്സിൽ എനിക്ക് മുൻപ് ദൈവജനം ആധികാരികമായി സംസാരിച്ച പാസ്റ്റർ വജി ജോൺ, അതോടൊപ്പം തന്നെ പാസ്റ്റർ ടി എം കുഞ്ഞുമോൻ, സദസ്സിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാർ പാസ്റ്റർ ജോയി തോമസ്, അതുപോലെ സ്റ്റേഡിയം ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന
എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ബാബു സാറ് വെട്ടിത്തറ, അതുപോലെ പാസ്റ്റർ വി കെ ജോയി, അദ്ദേഹം പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. എല്ലാവർക്കും പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന വാത്സല്യ സഹോദരങ്ങൾ, ശ്രുതിമധുരമായ ഗാനങ്ങൾ, തമ്പുരാൻ്റെ കയ്യൊപ്പ് തൊണ്ടിൽ പതിഞ്ഞിട്ടുള്ള, തമ്പുരാൻ്റെ കയ്യൊപ്പ് വിരൽത്തുമ്പിൽ പതിഞ്ഞിട്ടുള്ള അനുഗ്രഹീതരായ സഹോദരങ്ങൾ, ശബ്ദ സംവിധാനം മെച്ചമായി കൈകാര്യം ചെയ്യുന്ന വാത്സല്യ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഈ വേദിക്കലങ്കാരമായ എൻ്റെ സ്നേഹിതൻ ജിബിൻ, വാത്സല്യ സഹോദരി സിനി, അവരെ ഓർക്കുന്നു. അതോടൊപ്പം എനിക്കൊരിക്കലും മറക്കുവാൻ കഴിയുകയില്ല, മാടത്തുപടി സഭയിലെ നെടുന്തൂണായി നട്ടലായി നിൽക്കുന്ന ബ്രദർ ബാബു കേസി, അതുപോലെ ജെസി ബാബു, ആ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ സെൻട്രൽ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന വാത്സല്യ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചേലക്കരയ്ക്ക് വളരെ അഭിമാനമായി നിൽക്കുന്ന ചേലക്കര സഭയുടെ ബ്രദർ ബേബി ജോൺ, അതുപോലെ ഏലിക്കുട്ടി ജോൺ, വാത്സല്യ കുടുംബത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ചർച്ചകൾ കേരള റീജിയനിലെ അനുഗ്രഹിക്കപ്പെട്ട 2 കുടുംബങ്ങൾ ഈ 2 സഭകളിലും കടന്നു പോകുവാനും ശുശ്രൂഷിപ്പാനൊക്കെയുള്ള അവസരം കർത്താവ് എനിക്ക് ദാനമായി തന്നിട്ടുണ്ട്. സഭയെ ഓർത്ത്, അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത്, പ്രത്യേകിച്ച് ഈ പറയപ്പെട്ട കുടുംബങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ വേഗത്തിൽ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഭാര്യയുടെ കടപ്പാട്, ഒരു ഭർത്താവിൻ്റെ കടപ്പാട്, അതുപോലെ ഈ വിവാഹത്തിൻ്റെ നിഴൽ എന്നിത്യാദി വിഷയങ്ങൾ വളരെ സരസമായി, വളരെ പ്രൗഢഗംഭീരമായി ദൈവദാസന്മാർ നിങ്ങൾക്ക് നൽകുകയുണ്ടായി. അതുകൊണ്ട് ആ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കാതെ വളരെ പെട്ടെന്ന് ഒരു കുടുംബ ജീവിതത്തിൻ്റെ പ്രാധാന്യതയെ വെളിപ്പെടുത്തി ശുശ്രൂഷ അവസാനിപ്പിക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാത്സല്യ സഹോദരൻ ജിതിനും വാത്സല്യ സഹോദരി സിനിയും അല്പനേരം ദൈവവചനം ശ്രദ്ധിക്കും എന്ന് ഞാൻ കരുതുകയാണ്. എനിക്കറിയാം വളരെ ബുദ്ധിമുട്ടാണ് ദൈവവചനം ഇപ്പോൾ കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഒക്കെ എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും നിങ്ങളുടെ ക്രാന്തദർശനമായ ആ വലിയ ചിന്ത ഉണ്ടാകും എന്ന് കരുതിക്കൊണ്ട് തന്നെ ദൈവവചന ശുശ്രൂഷയിലേക്ക് വളരെ പെട്ടെന്ന് പ്രവേശിച്ച് ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വിവാഹ ജീവിതത്തിൻ്റെ തിക്കുമുട്ടൽ അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, നൊമ്പരം അനുഭവിക്കുന്ന, ഏതെങ്കിലുമൊക്കെ ഒരു വല്ലായ്മ അനുഭവിക്കുന്ന ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ കുടുംബത്തെ പണിയുവാൻ കഴിയുന്ന ദൈവവചനത്തിൻ്റെ ശക്തി ഏറ്റെടുത്ത് കൂടാരങ്ങളിലേക്ക് മടങ്ങുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. ഭർത്താവിൻ്റെയും ഭാര്യയും കടപ്പാടുകൾ, ഉത്തരവാദിത്വങ്ങൾ, വിവാഹത്തിൻ്റെ നിഴലുകൾ ആവർത്തിക്കാതെ തകരാത്ത, ഇളകാത്ത ഒരു കുടുംബജീവിതം എങ്ങനെ നിങ്ങൾക്ക് നയിക്കുവാൻ കഴിയും? അതിലേക്കായി 3 കാര്യങ്ങൾ നിങ്ങളുടെ ശുദ്ധ മനസാക്ഷിയിലേക്ക് കോറിയിടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെ തകരാത്ത, ഇളകാത്ത ഒരു കുടുംബജീവിതം സ്ഥാപിക്കുവാൻ കഴിയും? കട്ടാറിൽ നിന്ന് വെള്ളം കുടിച്ച് കട്ടിലിന് ഭക്ഷിച്ച് ജീവിതം ആരംഭിച്ച പരിഷ്കാര കുതിരിയായ മനുഷ്യൻ വന്നെത്തി നിൽക്കുന്നത് ഉത്തരാധുനികതയിലാണ്. ആധുനിക കാലഘട്ടം കഴിഞ്ഞ അല്പം കൂടി നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചു. അതാണ് ഉത്തരാധുനികത എന്ന് പറയുന്നത്. ഉത്തരാധുനികതയിൽ എത്തി നിൽക്കുന്ന മനുഷ്യൻ സകലത്തെയും നിയന്ത്രിക്കുവാൻ പഠിച്ചു. ചിന്ത കൊണ്ട്, ആജ്ഞ കൊണ്ട്, പദം കൊണ്ട്, ചിന്താശക്തി കൊണ്ട് സകലത്തെയും നിയന്ത്രിക്കുവാൻ പഠിച്ച മനുഷ്യൻ പരാജയപ്പെട്ട് നിൽക്കുന്നത് വൈവാഹിക ജീവിതം, കുടുംബ ജീവിതത്തിൻ്റെ മുൻപിലാണ്. എത്രയെത്ര കുടുംബങ്ങൾ തകർന്ന തരിപ്പണമായി, എത്രയെത്ര കുടുംബങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ, ചില്ലുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞതിൻ്റെ നേർക്കാഴ്ച കണ്ടിട്ടാണ് ഇന്ന് ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഒരു കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങ് പാശ്ചാത്യ നാടുകളിൽ വസ്ത്രം മാറുന്നത് പോലെ കുടുംബബന്ധം മാറുന്ന ഒരു സംസ്കാരം, അതൊന്നും കേരളത്തിൻ്റെ മണ്ണിലില്ല, ആശാഭാരതത്തിലില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കണം, അങ്ങ് ദൂരെയല്ല, റാന്നിയിലും പരിസര പ്രദേശങ്ങളിലും, മംഗമരുതിയിലും പരിസര പ്രദേശങ്ങളിലും, അയൽ പക്കങ്ങളിൽ വരെ, കൈയെത്തുന്ന ദൂരത്ത് വരെ തകർന്നടിഞ്ഞ എത്രയെത്ര കുടുംബ ബന്ധങ്ങളെയാണ് കാണുവാൻ കഴിയുന്നത്. ചിലരൊക്കെ പറയാറുണ്ട്, മക്കളായി പോയില്ലേ, പിരിയാനൊക്കില്ല, മിണ്ടാട്ടമില്ല, ഉരിയാട്ടമില്ല, ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഈ ഗതികേട് അനുഭവിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്, എത്രയെത്ര കുടുംബങ്ങളുണ്ട്.
ഒരു കാര്യം കൂടി ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, എൻ്റെ വാത്സല്യ സഹോദരന് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, എൻ്റെ വാത്സല്യ സഹോദരിക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതിനായി നിങ്ങൾക്ക് വചനാധിഷ്ഠിതമായ 3 കാര്യങ്ങൾ നൽകുകയാണ്. എത്ര പെരുമ്പറ മുഴക്കി കുടുംബജീവിതത്തെ ഇളക്കിക്കളയുവാൻ കൊടുങ്കാറ്റുകളും പേമാരിയും അതിശക്തിയോടെ ആഞ്ഞടിച്ചാലും മറന്നു പോകരുത്. നിങ്ങൾക്ക് മാത്രമല്ല, ഇതുപോലെ കുടുംബജീവിതത്തിന്റെ ഒളിമങ്ങിയ അനുഭവത്തിൽ പാർക്കുന്ന എല്ലാവർക്കും കൈമാറാൻ കഴിയുന്ന, ഏത് പാതിരാത്രിയിൽ വിളിച്ചു ചോദിച്ചാലും പറയാൻ കഴിയുന്ന 3 കാര്യങ്ങൾ നിങ്ങളുടെ ശുദ്ധ മനസാക്ഷിയിലേക്ക് കരുതുകയാണ്. ഇവിടുത്തെ കുടുംബജീവിതത്തിന്റെ ശ്രേഷ്ഠത ഭംഗി ഇല്ലെന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. ദൃശ്യശ്രവണ വാർത്താ മാധ്യമങ്ങളിൽ ഞാൻ വായിച്ച, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള, കഴിഞ്ഞ ദിനങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ച 3 വാർത്തകൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കാം. ഒന്ന്, ഒരു പാവപ്പെട്ട ടാപ്പിംഗ് തൊഴിലാളിയായിരിക്കുന്ന മനുഷ്യൻ രാവിലെ 4 മണിയോടെ എഴുന്നേറ്റ് തന്റെ ജോലി സ്ഥലത്തേക്ക് കടന്നു പോവുകയാണ്. മധ്യവയസ്കനായിരിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം രാവിലെ അദ്ദേഹത്തിന്റെ പണിയായുധവുമായി ടാപ്പിംഗ് തൊഴിൽ ചെയ്യുന്നതിന് തന്റെ തോട്ടത്തിലേക്ക് കടന്നു പോവുകയാണ്. അദ്ദേഹം തന്റെ ജോലി ആരംഭിച്ച് തോട്ടത്തിന്റെ ഒരു മധ്യഭാഗത്തെത്തുമ്പോൾ തന്റെ സ്നേഹസമ്പന്നയായ ഭാര്യ അവിടെ അദ്ദേഹത്തിന് ആഹാരം കൊണ്ടുവന്നു വെക്കും. അവിടെ ചെറിയൊരു ഷെഡുണ്ട്. അവിടെ കയറി ആഹാരം കഴിച്ച് അല്പനേരം വിശ്രമിച്ച് വീണ്ടും തന്റെ ജോലി ചെയ്ത് ഉച്ച കഴിഞ്ഞ് സ്നേഹത്തോടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന ആ സ്നേഹിതൻ ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അദ്ദേഹം മടങ്ങി വന്നില്ല. എന്തുകൊണ്ട് മടങ്ങി വന്നില്ലെന്ന് അറിയേണ്ടതിന് വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാണുന്നത് വായിൽ നിന്ന് നുരയും പതയും വന്ന് മരിച്ചു കിടക്കുന്ന ചേതനയറ്റ ശരീരമാണ് കാണാൻ കഴിഞ്ഞത്. എന്താണ് അതിന്റെ കാരണം? കേരളത്തിലെ നിയമപാലകർ അത്യന്തികമായി കണ്ടുപിടിച്ചത്, ഇഷ്ടപ്പെട്ട ഒരു പുരുഷന്റെ കൂടെ പാർക്കേണ്ടതിന് അന്ന് ആഹാരം കൊടുത്തതിന്റെ അകത്ത് വിഷം കലർത്തി ആ സ്ത്രീ. അതാണ് അതിന്റെ സംഭവം എന്ന് പറയുന്നത്. ഇവിടെ മാത്രമല്ല, വിദേശത്ത് തന്റെ ഭർത്താവിന് സൈനൈഡ് കൊടുത്ത് കൊന്നിട്ട് ഇവിടെ എത്തി നാട്ടിൽ കേരളത്തിൽ ഡെഡ് ബോഡിയോടൊപ്പം എത്തിയിട്ട് വിജയകരമായ ശവമടക്കം കഴിഞ്ഞ് വീണ്ടും അന്യരാജ്യത്തേക്ക് ചെന്ന് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൈവിലെന്ന് വീണ സംഭവങ്ങൾ നമ്മൾ മറന്നിട്ടില്ല. 4 മണി തൊട്ട് 7 മണി വരെ നമ്മുടെ മുറ്റത്തും പറന്നു വീഴുന്ന മുത്തശ്ശി പത്രങ്ങളായി മനോരമ, മാതൃഭൂമി, മംഗളം, രാഷ്ട്രദീപിക അടക്കമുള്ള പത്രങ്ങൾ വിളിച്ചു പറയുന്നത് കുടുംബജീവിതം അരാജകത്വത്തിലേക്ക് മാറുകയാണ്. ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തായി കുടുംബജീവിതത്തിന്റെ ഒളിമങ്ങിയ കാലത്ത് എന്റെ വാത്സല്യ സഹോദരൻ ജിവിനോടും വാത്സല്യ സഹോദരി സിനിയോട് പറയട്ടെ, ഇളകാത്ത ഒരു കുടുംബജീവിതം നയിക്കാൻ നിങ്ങൾക്കിടയാകും. അതിന് സർവശക്തൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അതിന് ചെയ്യേണ്ടത്? ഒന്ന്, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു കുടുംബജീവിതം ഉണ്ടാകണം. എന്താ ക്രിസ്തു കേന്ദ്രീകൃതം എന്ന് പറയുന്നത്? യേശു കർത്താവിന് മുൻഗണന കൊടുക്കുന്ന, യേശു കർത്താവിനെ അത്താണിയാക്കുന്ന, യേശു കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുടുംബജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ക്രിസ്തു കേന്ദ്രീകൃതം എന്ന് പറയുന്നത്. നിങ്ങളുടെ പേര് ഒരു ക്രൈസ്തവ പേരായതുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമാവില്ല. നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് യേശു കർത്താവിന്റെ അന്ത്യത്താഴത്തിന്റെ ഫോട്ടോ പതിപ്പിച്ചത് കൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമാകില്ല. നിങ്ങളുടെ കുടുംബ പേര് ഒരു ക്രിസ്തീയ പേരായതുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമാകില്ല. ക്രിസ്തു കേന്ദ്രീകൃതം എന്ന് പറയുന്നതിന്റെ ലളിതമായ അർത്ഥം എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ ഉപദേശത്തിന് കീഴിൽ പണിയുന്ന ഒരു കുടുംബജീവിതം, യേശു കർത്താവിന്റെ ഉപദേശത്തിന്മേൽ പണിയുന്ന ഒരു കുടുംബജീവിതം. ഒന്നുകൂടി പറഞ്ഞാൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ അളവുകോൽ എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ ഈ ഉപദേശ അധിഷ്ഠിതമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാനായിട്ടിടയാകണം. ഒന്നുകൂടി ഞാൻ ഇറങ്ങി പറയട്ടെ, ഇവിടുത്തെ ഫേസ്ബുക്കും ഇവിടുത്തെ വാട്സപ്പും ഇവിടുത്തെ ഇന്റർനെറ്റും കുടുംബങ്ങളെ പണിയുകയല്ല. ഇവിടുത്തെ കുടുംബങ്ങളെ തച്ചുടച്ച് കളയുമ്പോൾ, പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് വരുമ്പോൾ, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു കുടുംബജീവിതം നയിച്ച യേശു കർത്താവിന്റെ ഉപദേശത്തിന്റെ അകത്ത് നിൽക്കുന്ന ഒരു കുടുംബജീവിതമാണ് നിങ്ങൾക്ക് പണിയുവാൻ കഴിയുന്നതെങ്കിൽ ഉറപ്പായി, ഗ്യാരണ്ടിയായി ദൈവവചനത്തെ സാക്ഷി നിർത്തി നിങ്ങളോട് ഞങ്ങൾ പറയട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തെ ഇളക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തിയുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വചനാധിഷ്ഠിതമാകണം. എന്താ വചനാധിഷ്ഠിതം എന്ന് പറയുന്നത്? വചനത്തിന് പ്രാധാന്യം കൊടുക്കുക. അതാണ് വചനാധിഷ്ഠിതം എന്ന് പറയുന്നത്. എന്റെ വാത്സല്യ സഹോദരൻ ശ്രദ്ധിച്ചു കൊള്ളണം, എന്റെ വാത്സല്യ സഹോദരി ശ്രദ്ധിച്ചു കൊള്ളണം. ഇതുവരെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളെ വേണ്ട എന്ന് പറയുന്നതല്ല.
ഇതുവരെ കൊണ്ടുവന്ന സ്നേഹിതന്മാരെ വേണ്ടെന്ന് പറയുന്നതല്ല, സഭാപാസ്റ്ററുടെ ഉപദേശം കേൾക്കരുതെന്നല്ല. ദൈവവചനം എന്ത് പറയുന്നു അതിന് യേസ് പറയുക, അതാണ് വചനാധിഷ്ഠിതം എന്ന് പറയുന്നത്. ദൈവവചനം എന്ത് പറയുന്നു അത് വേണ്ടെന്ന് പറയുന്നതിന് നോ പറയുക, അതാണ് വചനാധിഷ്ഠിതം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നഷ്ടങ്ങൾ വരാം, ഭാരങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, വേദനകൾ വരാം. എന്നാൽ വചനാധിഷ്ഠിതമായി കുടുംബജീവിതം പണിയാൻ തുടങ്ങിയാൽ അതിനെ ഇളക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഒരുപക്ഷെ നഷ്ടങ്ങൾ വന്നേക്കാം, ഭാരങ്ങൾ വന്നേക്കാം, പ്രയാസങ്ങൾ വന്നേക്കാം, വേദനകൾ വന്നേക്കാം, സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ അതിന്റെ പിന്നിൽ വന്നേക്കാം. ദൈവവചനം എന്ത് പറയുന്നു അതിനോട് ചേർന്ന് നിങ്ങൾ സഞ്ചരിച്ചാൽ, ദൈവവചനം എന്ത് പറയുന്നു അതിനോട് ചേർന്ന് നിങ്ങൾ യെസ് എന്ന് പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കുടുംബജീവിതത്തെ ഇളക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഇങ്ങനെയാണ് ദൈവവചനം പറയുന്നത്. യേശു കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, രണ്ടുപേർ ഭവനത്തിന്റെ പണി നടത്തുകയാണ്. ഒരാൾ ഭവനം പണിയുന്നത് മണലിന്മേലാണ്, മറ്റൊരാൾ ഭവനം പണിയുന്നത് പാറമേൽ ആഴത്തിൽ കുഴിച്ച് ഭവനം പണിയുവാനായിട്ടിടയായി. രണ്ട് ഭവനത്തിന്റെ മീതെ ശക്തമായ കാറ്റും മഴയും കൊടുങ്കാറ്റും വന്നപ്പോൾ ഈ മണലിന്മേൽ പണിത ഭവനം അതൊന്നുമില്ലാതെ തകർന്ന് തരിപ്പണമായപ്പോൾ പാറമേൽ പണിതപ്പെട്ട വചനപ്രകാരം ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ച പണി ചെയ്ത ഭവനം തകർന്നില്ല. അത് പ്രതികൂലത്തിന്റെ നടുവിൽ ഉറച്ചു നിൽക്കുവാനായിട്ടിടയായി. അതുകൊണ്ട് എന്റെ സ്നേഹിതൻ ജിബിനോട്, വാത്സല്യ സഹോദരികളെ പറയട്ടെ, വചനപ്രകാരം പണിയുന്ന ഒരു ഭവനത്തെ ഇളക്കാൻ ഒരു അന്ധകാര ശക്തികൾക്ക് കഴിയുകയില്ല, ഒരു തിന്മയുടെ ആധിപത്യത്തിന് കഴിയത്തില്ല. അസൂയാവഹമായ ഒരു കുടുംബജീവിതം നിങ്ങൾ നയിക്കണമെങ്കിൽ, ഇടകാത്ത ഒരു കുടുംബജീവിതം നയിക്കണമെങ്കിൽ മറ്റൊരിടത്തുമല്ല നിങ്ങൾ അടിസ്ഥാനമിടുന്നത്. വചനത്തിന്മേൽ നിങ്ങൾ അടിസ്ഥാനമിട്ടാൽ അതിനെ ഇളക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഒന്നുകൂടി ഞാൻ പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചുകൊള്ളാം. ഈ ഭൂമി ചലിക്കുന്നത് ദൈവവചനത്തിന്റെ ശക്തിയാണ്. ഈ കാണുന്ന സകല ആകാശത്തിന്റെ ശക്തികൾ നിലനിൽക്കുന്നത് ദൈവവചനത്തിന്റെ ശക്തിയാണ്. ഇവിടെ കാണുന്ന സകലം ദൈവവചനത്തിന്റെ ശക്തിയാലാണ് ചലിക്കുന്നതെങ്കിൽ, ഇവിടെ കാണുന്ന സകലത്തെയും വിളിച്ചു വരുത്തിയത് ദൈവമാണെങ്കിൽ, ശൂന്യതയിൽ നിന്ന് സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയത് ദൈവവചനത്തിന്റെ ശക്തിയാണെങ്കിൽ, വചനം സാക്ഷി നിർത്തി നിങ്ങളോട് പറയുന്നു, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ആ വചനത്തിന്റെ ശക്തിയിൽ നിങ്ങൾ ആശ്രയിച്ചാൽ നിങ്ങളുടെ കുടുംബജീവിതത്തെ ഇല്ലാതാക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. വിശ്വസിക്കുന്നവർ ഒരാവർത്തി കൂടി കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രാർത്ഥനാ നിരതമാകണം നിങ്ങളുടെ കുടുംബജീവിതം. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് മക്കളെ, പക്ഷേ സമയം അനുവദിക്കുന്നില്ലല്ലോ. പറഞ്ഞ സമയത്ത് എനിക്ക് മൈക്ക് കൈമാറിയത് കൊണ്ട് അവരാഗ്രഹിക്കുന്ന സമയത്ത് എനിക്ക് മൈക്ക് വെച്ചേ മതിയാകും. പ്രാർത്ഥന നിരതമാകണം. സിനിമകളെ കുറിച്ചൊരു നല്ല സാക്ഷ്യം ഞാൻ കേട്ടു, അതുപോലെ ജീവനെ കുറിച്ച് ഞാൻ ഒരു നല്ല സാക്ഷ്യം കേട്ടു. പ്രാർത്ഥനയുള്ള കുടുംബത്തിൽ പിറന്നവർ. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയുടെ അതിരുകൾ മാറുകയാണ്. ഇതുവരെ പ്രാർത്ഥിച്ചതുപോലെയല്ല, ഇനി പ്രാർത്ഥനയുടെ അതിരങ്ങ് മാറുകയാണ്. എനിക്ക് വേണ്ടി, എനിക്ക് തന്ന ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, എനിക്ക് തരാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, എനിക്ക് തരാൻ പോകുന്ന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥനയുടെ അതിരുകൾ വിശാലമായി മാറുകയാണ്. ഇതുവരെ പ്രാർത്ഥിച്ചതുപോലെയല്ല. എന്താണ് പറയാൻ കാരണമെന്ന് ഞാൻ പറയട്ടെ. ഇന്നിവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ സന്തോഷം, ഞങ്ങൾക്ക് വളരെ സന്തോഷം. മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന അംഗങ്ങൾ, മനോഹരമായിരിക്കുന്ന ആഹാരം ഇവിടെ ഒരുക്കിക്കൊണ്ടുവന്ന കേറ്ററിംഗ് സർവീസ്, അതുമാത്രമല്ല എല്ലാ ബന്ധുക്കൾ, സ്നേഹിതന്മാരൊക്കെ ഇവിടെയുണ്ട്. നിങ്ങൾ ഇതുവരെ നടത്തിയ ദൈവദാസന്മാരുടെ സാന്നിധ്യമുണ്ട്. ഇതുപോലെ ശ്രേഷ്ഠമായ മറ്റൊരു ദിവസം എന്നാ ഉണ്ടാകുക? എത്ര മനോഹരമായിരിക്കുന്ന ദിനമാണ്. പക്ഷേ ഇന്ന് രാത്രി നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാകും. ഇവിടെ പാടുന്നവർ അവരവരുടെ കീബോർഡ് വൃതംപാടും ഒക്കെ എടുത്തുകൊണ്ട് പോകും. ഈ ശബ്ദ സംവിധാനമൊക്കെ ഇവിടുന്ന് പോകും. ഞങ്ങളൊക്കെ ഞങ്ങളുടെ വീടുകളിലേക്കും മറ്റിടങ്ങളിലേക്ക് ഞങ്ങൾ മാറ്റപ്പെടും. നിങ്ങൾ ഒറ്റയ്ക്കാകും, അത് നിങ്ങൾ മറന്നു പോകരുത്. ഉപജീവനത്തിനു വേണ്ടി പാലക്കാടിന്റെ ചുലമടങ്ങി അന്യ സംസ്ഥാനത്ത് ചെന്നാലും, ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്ന് അന്യരാജ്യത്ത് ചെന്നാലും മറക്കരുത് ഈ കാര്യം. പ്രാർത്ഥന നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ മാതാപിതാക്കളൊക്കെ ഇവിടം വരെ എത്തിയത് എങ്ങനെയാണ്? ഇതുപോലെയുള്ള സംവിധാനങ്ങൾ, സാമ്പത്തിക ശ്രേഷ്ഠതകളൊന്നുമില്ലാതിരുന്ന സ്ഥാനത്ത്, ബാങ്ക് ബാലൻസുകളൊന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് പ്രതികൂലങ്ങളൊക്കെ പെരുമ്പറ മുഴക്കി അവരുടെ കുടുംബജീവിതത്തിന് നേരെ വന്നിട്ടുണ്ട്.
പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ഒട്ടനവധി അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവർ ചെയ്തത് പാവിരിച്ച് മുഴങ്കാൽ മടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞങ്ങളെ യോജിപ്പിച്ചത് അത്യുന്നതനായ ദൈവമാണെങ്കിൽ ഈ കഴിഞ്ഞു വരുന്ന സകല പ്രശ്നങ്ങൾക്കും അതിരിടാൻ കഴിയുന്നവനാണ് ഞങ്ങളുടെ അത്യുന്നതനായ ദൈവം എന്നവർ വിശ്വസിച്ചു. വിശ്വസിക്കുക മാത്രമല്ല, പ്രശ്നങ്ങൾ വന്നപ്പോൾ MLA-യുടെ പുറകെയല്ല ഓടിയത്, MP-യുടെ പുറകെയല്ല, നാട്ടുകൂട്ടം കൂടി തീരുമാനിക്കുകയല്ല ചെയ്തത്. മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചവരെയും അവരുടെ കുടുംബങ്ങളെയും ദൈവം ആദരിപ്പാനായിട്ടിടയായി. അങ്ങനെയാണെങ്കിൽ എൻ്റെ വാത്സല്യ സഹോദരനോട് സഹോദരിയോട് ഞാൻ പറയട്ടെ, പ്രാർത്ഥനയുള്ള ഒരു കുടുംബത്തെ തകർക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ആഭിചാരം. എന്താഭിചാരം? നിങ്ങളുടെ നന്മയെ തകർക്കാൻ ഒരു ആഭിചാരത്തിന് കഴിയത്തില്ല. കഴിയുന്ന ഒരാളെ ഞാൻ പറയാം, അത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ അനുഗ്രഹത്തെ തടയാനും ഇല്ലാതാക്കാനും കഴിയുന്നത് നിങ്ങൾ മാത്രമാണ്. ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല, ഒരാറ്റം ബോംബിനും കഴിയത്തില്ല, ഒരാഭിചാരത്തിനും കഴിയത്തില്ല. ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തെ ഇളക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് എന്റെ വാത്സല്യ സഹോദരനും സഹോദരിയോട് ഞാൻ പറയട്ടെ, ഇന്ന് സന്ധ്യ തുടങ്ങി നിങ്ങൾ കരക്കോർത്ത് ഞങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, ദൈവം തരാൻ പോകുന്ന അനുഗ്രഹത്തിന് വേണ്ടി കരക്കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കുടുംബജീവിതം ശ്രേഷ്ഠമാകും. ഇല്ലാതാക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഒന്ന്, ക്രിസ്തു കേന്ദ്രീകൃതമാകണം, യേശു കർത്താവിന് മുൻഗണന കൊടുക്കണം. രണ്ട്, വചനാധിഷ്ഠിതമാകണം, വചനമെന്ന അടിത്തറയിൽ നിങ്ങളുടെ കുടുംബം പണിത് തുടങ്ങണം. മൂന്ന്, പ്രാർത്ഥന നിരതമാകണം. മക്കളെ, അധികം കാര്യമൊന്നും വേണ്ട, ഇത് പറയാൻ വലിയ തിയോളജി വേണ്ട, ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വലിയ ഡിഗ്രി വേണമെന്നില്ല. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ യേശു കർത്താവിന്റെ മടങ്ങി വരവ് വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ മരണം വരെ നിങ്ങളുടെ കുടുംബജീവിതത്തെ ഇളക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്ക് കഴിയുകയില്ലെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാത്രം ആ കരമുയർത്തിയുള്ള ദൈവത്തെ സ്തുതിക്കാമോ? കരമുയർത്തിയുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ കൂടപ്പെട്ട സകലരോട് ഞാൻ പറയാം, ആദ്യ ഉലയുന്ന കുടുംബജീവിതവുമായി നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ഒരു വല്ലായ്മകൾ, തിക്കുമുട്ടലുകൾ അനുഭവിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തെ പണിയാൻ കഴിയുന്നത് അത്യുന്നതനായ ദൈവത്തിന് മാത്രമാണ്. യേശു കർത്താവിന് മാത്രമാണ് നിങ്ങളുടെ കുടുംബത്തെ പണിയുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് എല്ലാ ഇടങ്ങളിൽ ഞങ്ങൾ പറയുന്നത്, മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമം മാത്രം, യേശുവിന്റെ നാമം മാത്രമാണ്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ എന്നുള്ള വചനത്തോട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യേശു കർത്താവിന്റെ വരവടുത്തത് കൊണ്ട് എടുക്കപ്പെടുവാനുള്ള യോഗ്യത, അത് മല കയറിയത് കൊണ്ട്, താഴ്വാരം ഇറങ്ങിയത് കൊണ്ട്, ദേഹയാഗയോഗ ഖണ്ഡനങ്ങൾ നടത്തിയത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. പ്രവേശിക്കുവാനുള്ള ഏകമാർഗം യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ നമുക്ക് വേണ്ടി വെട്ടപ്പെട്ട മാർഗമാകുന്ന കാൽവരിയാണ്. ആ കാൽവരിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് യേശുവിനെ സ്വന്തരക്ഷിതമായി സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരു വിവാഹ ശുശ്രൂഷയായി ഇത് തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം. സർവകൃപാലുമായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വചനാധിഷ്ഠിതമായ, ക്രിസ്തു കേന്ദ്രീകൃതമായ, പ്രാർത്ഥന നിരതമായ ഒരു കുടുംബജീവിതം നയിക്കാൻ എന്റെ വാത്സല്യ സഹോദരനെയും സഹോദരിയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം. തുടർന്ന് ഒറ്റവാക്കിൽ ബഹുമാനപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ TV മാത്യു ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. കരുണ്യമായ മനസ്സിലുള്ള സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ സമയത്തിനായി വാഴ്ത്തി സ്തുതിക്കുന്നു. അവിടുത്തെ പുത്രനെ രക്ഷിതാവായ സിയാനാമത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിച്ചതായ ഞങ്ങളുടെ വിശുദ്ധ വേദിയിലായിരിക്കുന്നല്ലോ, അനുഗ്രഹമായ സന്ദേശങ്ങളേക്കാൾ പകരയായിരിക്കുന്നല്ലോ. തുടർന്ന് കർത്താവ് ഞങ്ങൾക്ക് അവിടുത്തെ വായിക്കുന്ന ജീവിതത്തിൻ്റെതായ എല്ലാ പുരോഗതികളും പകരയായിരിക്കുന്നല്ലോ. തുടർന്ന് കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുക്കപ്പെട്ടതായ കർത്താവിനെ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, കൃപ കൊണ്ടിരിക്കണമേ. എല്ലാ മഹത്വവും കേൾക്കിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ഈ സമയത്ത് വിവാഹ നിശ്ചയ പരസ്യമായി നിയോഗിക്കപ്പെട്ട ദിവസമാണ്.
പെരുവയിൽക്കരയിൽ കല്ലുപൊലിക്കൽ വീട്ടിൽ ബ്രദർ കെ സി ബാബുവിൻ്റെയും സിസ്റ്റർ ജെസി ബാബുവിൻ്റെയും മകൻ പൂർണ്ണ സുശ ദിവസ കേരള റീജിയൻ റാന്നി നോർത്ത് സദർ മാടത്തുപടി സഭയിൽപ്പെട്ട 33 വയസ്സുള്ള ചിമിക്കവും തൃശ്ശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്കിൽ ചേലക്കര വില്ലേജിൽ കുറുമല മാരാകുന്നകരയിൽ മകൾ 30 പാറയിൽ വീട്ടിൽ ബേബി ജോണിൻ്റെയും ഏലിക്കുട്ടി ജോണിൻ്റെയും മകൾ 30 വയസ്സ് തൃശ്ശൂർ സെൻട്രലിലെ ചേലക്കര സഭയിൽ കുടിവരുന്ന 30 വയസ്സുള്ള സിനിമോൾ ബേബിയും തങ്ങളുടെ വിശുദ്ധ വിവാഹം ഇരുകൂട്ടർ സഭയിൽ തന്നെ തീരുമാനിച്ച കൂടിയാലോചിച്ചത് 2025 ആണ്ട് ഓഗസ്റ്റ് മാസം 30 തീയതി ശനിയാഴ്ച രാവിലെ 10:30 മണിക്ക് റാന്നി നോർത്ത് മർത്തമാരുടെ സഭയുടെ പരീക്ഷകൾ വെച്ച് നടത്തുന്ന നിശ്ചയിക്കുന്ന വിവരം ഈ പരസ്യം മൂലം അറിയിച്ചുകൊള്ളുന്നു. പൊതുസഭയോടായി ഈ ശുശ്രൂഷ നടത്താൻ നിയോഗിക്കപ്പെട്ട ദേവദാസൻ എന്ന നിലയിൽ ഓർപ്പിക്കുന്നു. ഇവർ തമ്മിൽ ഭർത്താവും ഭാര്യയുമായി തീരുന്നതിന് എന്തെങ്കിലും ന്യായമായ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളതിപ്പോൾ അറിയിക്കേണ്ടത്. ഇല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ മൗനമായിരിക്കുന്നത് പോലെ ഈ വിഷയത്തിൽ നിന്നും മൗനമായിരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ മൗനം ഈ ശുശ്രൂഷയ്ക്ക് എനിക്ക് അനുവാദം നൽകുന്നതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരോടുമായി ഞാൻ ചോദിക്കുന്നു. മരിച്ചവരെയും ജീവനുള്ളവരെയും ന്യായം വിധിക്കാൻ അധികാരമുള്ളവരും പൊന്തിയാസ് പീലാത്തോസിന് മുൻപാകെ നല്ല സ്വീകാര്യം മുറുകെ പിടിച്ചവരും ഏക സത്യദൈവമായ യേശു കർത്താവിനെ സാക്ഷി നിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾ ഇരുവരും ഭർത്താവും ഭാര്യയുമായി തീരുന്നതിന് എന്തെങ്കിലും ന്യായമായ തടസ്സങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ അറിയിക്കേണ്ടത്. ഇല്ല എങ്കിൽ നമ്മുടെ യേശു കർത്താവിൻ്റെ ന്യായവിധിയുടെ ഭയങ്കര നാളിൽ നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകും എന്ന് ശുശ്രൂഷ നടത്തുവാൻ നിയോഗിക്കപ്പെട്ട ദൈവദാസൻ എന്ന നിലയിൽ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങളുടെ മൗനം ഈ ശുശ്രൂഷയ്ക്ക് എനിക്ക് അനുവാദം നൽകുന്നതുകൊണ്ട് വാത്സല്യ സഹോദരൻ ജീവനോട് ഞാൻ ചോദിക്കുന്നു. നിന്റെ സമീപയിൽ നിൽക്കുന്ന ഈ യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് മനസ്സാണോ? നീ അവളെ സ്നേഹിച്ച് മാനിച്ച് പോറ്റിപ്പുലർത്തി ഒരു ഉത്തമ ഭർത്താവിൻ്റെ എല്ലാ കടമകളും ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കുമോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വാത്സല്യ സഹോദരി സ്ത്രീയോട് ഞാൻ ചോദിക്കും, നിന്റെ സമീപയിൽ നിൽക്കുന്ന ഈ യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് മനസ്സാണോ? നീ അവനെ സ്നേഹിച്ച് മാനിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ട് ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടമകളും ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ സാന്നിധ്യത്തെ ഓർത്തും മാനിച്ചു സദസ്സിലിരിക്കുന്ന എല്ലാവരും, വേദിയിലിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാണ്. ഈ സമയം
നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്താലാണ് ഇവർ യോജിപ്പിക്കപ്പെടുന്നത്. നമ്മളൊരു സന്തോഷത്തോടെയാണ് ഇന്ന് പകൽ ഇവിടെ വന്നത്. ഈ ഓഡിറ്റോറിയത്തിൽ സമ്മാനങ്ങൾ കരുതി ഇവരെ സ്നേഹിക്കുന്നതിന് ആശംസകളൊക്കെ പറയരുതാണ് നമ്മളിവിടെ വന്നതെങ്കിലും ഒരു കാര്യം മറന്നു പോകരുത്. ഈ സമയത്ത് ഇവർക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇവരുടെ കുടുംബജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, ഇവരുടെ ശ്രേഷ്ഠകരമായ ഭാവിക്ക് വേണ്ടി ഒരു നിമിഷം കണ്ണുകളെ അടച്ച് എല്ലാവരും സ്വാതന്ത്ര്യത്തിൽ വ്യാപരിച്ച് പ്രാർത്ഥിച്ചാട്ടെ. പ്രത്യേകിച്ച് വേദിയിൽ നിൽക്കുന്ന എല്ലാ ദിവദാസന്മാരും കരമുയർത്തി ഉറപ്പു നേരം നമ്മുടെ വാത്സല്യ സഹോദരനെയും സഹോദരിയും ഓർത്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സദസ്സിൽ ഇരിക്കുന്നവർ ചേർന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഉറപ്പു നേരം ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഏതൊക്കെ പ്രാർത്ഥനത്തിൽ ഇറങ്ങി വന്ന് ആദരവുമാരെ യോജിപ്പിച്ച പിതാവായ ദൈവത്തിന്റെ അഗ്നിസമമായ ദൃശ്യകരങ്ങൾ ഇവരെ യോജിപ്പിക്കേണ്ടതിൽ ഒരു നിമിഷം ചേർന്ന് സ്വന്തത്തിൽ വ്യാപരിച്ച് പ്രാർത്ഥിച്ചാട്ടെ. പിതാവായ ദൈവത്തിന്റെ തൃക്കരം തന്നെ നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കുമാറാകട്ടെ. ഇതിനാകുന്ന ഞാൻ, ശനിയാകുന്ന നിന്നെ ഇന്ന് മുതൽ എൻ്റെ വാത്സല്യ ഭാര്യയായി സ്വീകരിക്കുന്നു. മരണത്താൽ ഒരു വേർപാട് ഉണ്ടാകുന്നത് വരെ, മരണത്താൽ ഒരു വേർപാട് ഉണ്ടാകുന്നത് വരെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും നന്മയിലും തിന്മയിലും ഉയർച്ചയിലും താഴ്ചയിലും നിന്നെ മാത്രം സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് പോറ്റിപ്പുലർത്തി ഒരു ഉത്തമ കർത്താവിൻ്റെ എല്ലാ കടമകളും
ശരിയാകുന്ന ഞാൻ ജീവിതമാകുന്ന അങ്ങയെ ഇന്നു മുതൽ എൻ്റെ വാത്സല്യ ഭർത്താവായി സ്വീകരിക്കുന്നു. മരണത്താൽ ഒരു വേർപാട് ഉണ്ടാകുന്നതുവരെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും നന്മയിലും തിന്മയിലും ഉയർച്ചയിലും താഴ്ചയിലും ദൈവം എനിക്ക് തരുന്ന എല്ലാ അവസരത്തിലും അങ്ങേ മാത്രം സ്നേഹിച്ച് മാനിച്ച് ബഹുമാനിച്ച് കീഴ്പ്പെട്ട് അനുസരിച്ച് ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടമകളും ഉത്തരവാദിത്തങ്ങളും ചെയ്തുകൊള്ളാമെന്ന് ഈ വലതുകരം തന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉഭയസമ്മതം ചെയ്യുന്നു. എന്റെ ഈ ഉഭയസമ്മതത്തിന് അത്യുന്നതനായ ദൈവവും ദൈവത്തിന്റെ ദൂതന്മാരും തിരുസഭയും സാക്ഷികൾ ആകുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഭൂമിയിൽ ആദാമ്യ കുടുംബത്തിന് പേർ വരുവാൻ കാരണഭൂതനായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ കരത്തിലേക്ക് ഞങ്ങളുടെ വാത്സല്യ സഹോദരനെയും ഞങ്ങളുടെ വാത്സല്യ സഹോദരിയെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ഭൂമിയിൽ ഒരു ക്രിസ്തീയ കുടുംബം കൂടി സംജാതമാകുവാൻ അത്യുന്നതനായ ദൈവം കനിഞ്ഞ നല്ല കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വാത്സല്യ സഹോദരൻ ജിവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു ഉത്തമ ഭർത്താവിന്റെ എല്ലാ കടമകളും ഉത്തരവാദിത്തങ്ങളും ചെയ്യുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ അങ്ങയുടെ ദാസന് മേൽ ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സിനിമോൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടമകളും ഉത്തരവാദിത്തങ്ങളും ചെയ്യുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയാൽ ഇവരെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അസൂയാവഹമായ ഒരു ക്രിസ്തീയ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ആവശ്യം വേണ്ടുന്ന കൃപകളാൽ എന്റെ ദൈവം ഇവരെ നിറയ്ക്കണം. അതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് രണ്ടുപേരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവഗണത്തിൽ സമർപ്പിക്കുന്ന കർത്താവേ, ആർക്ക് വിളക്കുവാൻ കഴിയാത്ത, തകർക്കുവാൻ കഴിയാത്ത കുടുംബജീവിതത്തിന്റെ ഉടമകളായി ദൈവം തീർത്തത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവം പ്രവർത്തിക്കുന്ന നന്ദി, മാനവ മഹത്വം കർത്താവിന് യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ആ സമയം മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിലെ വേദഭാഗം ബഹുമാനപ്പെട്ട വിലാസം നമുക്ക് വേണ്ടി വായിക്കും. പരീക്ഷന്മാർ അവരുടെ അടുക്കൽ വന്ന് ഏത് കാര്യം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ സൃഷ്ടിച്ചവൻ ആദ്യം അവരെ ആണുപെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചു ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അവർ ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് അവർ രണ്ടല്ല ഒരു ദേഹം അത്രേ. ആകയാൽ ദൈവം വിഭജിച്ചതിനെ മനുഷ്യർ വേർതിരിക്കുന്നത് എന്ന് ഉത്തരം ചെയ്തു. യേശു കർത്താവിന്റെ അരികിൽ വന്ന് പരീക്ഷന്മാർ ചോദിച്ച ഒരു കുടുക്ക് ചോദ്യം: ഏത് കാര്യം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ? രണ്ട് തരത്തിലുള്ള പഠിപ്പിക്കലുകൾ ആ കാലത്തിലുണ്ട്. ഒന്ന്, ഏത് കാര്യം പറഞ്ഞും ഭാര്യയെ ഉപേക്ഷിക്കാം. മറ്റൊരു പഠിപ്പിക്കൽ അങ്ങനെയല്ല, അങ്ങനെ ഉപേക്ഷിക്കുവാൻ പാടില്ല. ഈ രണ്ട് പഠിപ്പിക്കലുകളും നടക്കുമ്പോൾ യേശു കർത്താവിന്റെ അഭിപ്രായം അറിയേണ്ടതിന്
കർത്താവിൻ്റെ അരികിൽ വന്ന പരീക്ഷന്മാർ ഒരു കുടുക്ക് ചോദ്യം ചോദിക്കുകയാണ്: എങ്ങനെ ഭാര്യയെ ഉപേക്ഷിക്കുവാൻ കഴിയും? ഉടനെ കർത്താവ് അവരോട് പറഞ്ഞ ഒരു മറുപടിയാണ്: ഇവരെ യോജിപ്പിച്ചത് ദൈവമാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എൻ്റെ സഹോദരൻ ജിബിനും വാത്സല്യ സഹോദരി സിരിയും ഓർത്തു കൊള്ളണം. നിങ്ങളെ യോജിപ്പിച്ചത് ഒരു മനുഷ്യന്റെ കരമല്ല, മാനുഷിക കരമല്ല, മാനുഷിക ഇടപാടുകളല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏതൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദഹവ്വമാരെ യോജിപ്പിച്ച പിതാവായ ദൈവത്തിന്റെ അഗ്നിസമമായ അദൃശ്യ കരങ്ങളാണ് നിങ്ങളെ തമ്മിൽ യോജിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഒരിക്കലും വേർപിരിയുവാൻ കഴിയുകയില്ല. ഇവരുടെ കുടുംബങ്ങളോടും രക്തബന്ധങ്ങളോടും ഇവിടെ കൂടിയവരോടും ദൈവവചനത്തിന്റെ അലംഘനീയമായ പ്രമാണം പറയുകയാണ്: ഇവരെ യോജിപ്പിച്ചത് ദൈവമായതുകൊണ്ട് ഇവരെ വേർപെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ജനമെല്ലാം ചേർന്ന് ഒരു പ്രാവശ്യം ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എനിക്ക് തന്ന അധികാരത്തിൽ ദൈവസഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് വാത്സല്യ സഹോദരനും സഹോദരിയും ഈ രാജ്യത്തിന്റെ നിയമപ്രകാരവും ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരവും അവർ ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്ന വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. കരമടിച്ച് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്താട്ടെ. ദൈവം ഇതിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിലെ സകല ആത്മീക നന്മകളാലും ഭൂമിയിലെ പുഷ്ടിയാലും അത്യുന്നതനായ ദൈവം നിങ്ങളുടെ ഗൃഹത്തെ പണിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം. എന്നെ ക്ഷണിച്ച സഭയ്ക്കും സെൻട്രൽ കുടുംബങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷ ആസ്വദിക്കുവാനായി പ്രതീക്ഷയോടെയുള്ള നന്ദി അറിയിക്കുന്നു. അപ്പോൾ പതിവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. എല്ലാവരും പ്രാർത്ഥനയുടെ ദിവസത്തിലേക്ക് ദാസന്മാരും ദാസച്ചേടി മോഹൻദാസ് അവരുടെ 122 വർഷം കൊണ്ട് പോകാനും അതിനുശേഷം അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
കാരുണ്യവാനും മനസ്ഥിതിയുള്ള സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായി ഞാൻ വാഴ്ത്തി സ്തുതിക്കുന്നു. അവിടുത്തെ പുത്രന്റെ ഞങ്ങളുടെ രക്ഷിതാവായ മിശിഹായുടെ നാമത്തിൽ ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങൾ ആഗ്രഹിച്ച പ്രകാരം കർത്താവേ വേണ്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവ് വിശ്വാസം കൂടുവാൻ സഹായിച്ചല്ലോ. അനുഗ്രഹമായ പകരം ശുശ്രൂഷകളും നിരന്തരമായ വിശക്തനാൽ കർത്താവേ അവരെ ദൈവസന്നാർത്ഥത്തിൽ കർത്താവേ ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്നല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ കർത്താവേ ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായ ദൈവത്തെവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അബ്രഹാമിനോടുകൂടെ സാറേ ദൈവത്തെ സ്തോത്രം ഹല്ലേലൂയ യാക്കോബിന്റെ മകനേ ദൈവത്തിലെ ക്രിസ്തുവിനെ യൂദരോട് മോശേ അനുഗ്രഹിച്ച കർത്താവേ ഇന്ന് കർത്താവേ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ അവർ ദേശത്തിൽ കുടുംബത്തിൽ സ്വർഗ്ഗം അനുഗ്രഹിക്കുവാൻ സഹായിക്കണമേ. ആകാശത്തിലെ ഭൂമിയിലെ സർവ്വമായ അനുഗ്രഹങ്ങൾ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അവരുടെ ഹൃദയധൈര്യം മാറ്റുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന സ്തോത്രം ഈ വിലപ്പെട്ട പക്ഷമായി കർത്താവേ ദാസന്മാർ ഒരുമിച്ച് ചേർന്ന് പിതാവിന്റെ പുത്രന്റെ സ്വഭാവത്തിൽ അനുഗ്രഹിക്കുന്നു. എപ്പോഴും അനുഗ്രഹിക്കാൻ സഹായിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ വാഴ്ത്തുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴി നടക്കുന്നവൻ ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനം നീക്കിയും നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവൈതകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സീയോനിൽ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിന്റെ സമാധാനം നിന്നെ ഉണ്ടാകട്ടെ. രണ്ട് സഭകളുടെ സാക്ഷികൾ, രണ്ട് സഭകളുടെ ദാസന്മാർ ഒപ്പുവയ്ക്കണം. എല്ലാവരും ഉത്തരവാദിക്കുകയാണ്.
കർത്താവിൻദാസൻ വിജയൻ അവர்கள் ആരംഭത്തിൽ ആശംസ അറിയിച്ചതിന് ശേഷം സൺഡേ സ്കൂളിൻ്റെ സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി ജോബി കോളമല്ല എൻ്റെ വാക്കുകളിൽ ആശംസയുടെ നൽകി അതോടെ പ്രോഗ്രാമിനെ അവസാനിപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവഹിത പ്രകാരം ഈ ഭൂമിയിൽ ഒരു കുടുംബത്തിന് കൂടി ആരംഭം കുറിക്കുവാൻ ഈ പകൽ ദൈവം കൊടുത്ത നല്ല ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന കർത്താവിൽ ശ്രേഷ്ഠ ദൈവദാസന്മാരെ ഈ വിവാഹം ആശീർവദിക്കുവാൻ നമ്മുടെ നടുവിൽ ആശീർവദിച്ച ദൈവസഭയുടെ ആദരണീയനായിരിക്കുന്ന ഓഫീസർ റവർ ജോമോൻ ജോസഫ് അവറുകൾ, ഇരുഭാഗത്തു നിന്ന് കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾ, ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം ഈ അവസരം അറിയിക്കുന്നു. ദൈവസഭ യൂത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കാലത്തും ഏറ്റവും ഏകീകൃതനും എല്ലാ നിലയിലും ദൈവസഭയുടെ യൂത്തിന് വേണ്ട എല്ലാ കൈത്താങ്ങലുകളും നൽകുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരൻ ഇതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ വിവാഹ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുവാൻ തനിക്കൊരു ആശംസ അറിയിക്കുവാൻ ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയ സഹോദരന്റെ സഹോദരിക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല കുടുംബജീവിതം ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ ദൈവം മനുഷ്യന് തക്കതായ തുണയെ കൊടുക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇത് മകൾ പ്രിയ സഹോദരന് ലഭിച്ച നല്ല തുണയെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയും ദൈവസഭ യൂത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ബോർഡ് മെമ്പർമാരുടെയും ദൈവസഭയിലെ മുഴുവൻ വിഭജനങ്ങളുടെയും നാമത്തിലുള്ള എല്ലാ വിവാഹ മംഗളാശംസകളും നേരുന്നു. സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളാലും ഈ ഭൂമിയിലെ എല്ലാ ആത്മീയ നന്മകളാലും വലുവനായ ദൈവം ഒരു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിലുണ്ടാകട്ടെ. പ്രിയപ്പെട്ട വലിയമായ സമയത്ത് പ്രത്യേക ഈ മീറ്റിംഗ് ഇതൊരു അധ്യക്ഷനായിരുന്ന മാതി നോർത്ത് സെൻട്രലിൻ്റെ സെൻട്രൽ പക്ഷേ ജോസഫ് അവറുകൾ, അതുപോലെ തന്നെ ഈ വിഭാഗം ആസ്വദിച്ച ദേവസഭയുടെ അതിൻ്റെ ഓവർസിയർ ജോമോൻ ജോസഫ് അവറുകൾ, മറ്റിവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക ഇന്ന് വിവാഹത്തിൽ പ്രവേശിച്ച ജിബിനും സിനിക്കും അതുപോലെ കടന്ന എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ സ്നേഹം ഓർപ്പിക്കുന്നു. ഇന്ന് വിവാഹത്തിൽ പ്രവേശിച്ച ജിബിനും സിനിക്കും റാന്നി നോർത്ത് സെൻട്രൽ പേരിലും ചേർത്തല ദൈവസഭയുടെ പേരിലും അതുപോലെ തന്നെ സൺഡേ സ്കൂൾ സംസ്ഥാന ബോർഡിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശീർവാദങ്ങളും അനുമോദനങ്ങളും നേർന്നുകൊണ്ട് വാക്കുകളെ ചൊല്ലിക്കുന്ന ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ വിശുദ്ധമായിട്ട് കാരണം എല്ലാവർക്കും നന്ദി അർപ്പിക്കാവുന്നതാണ്. ആദ്യമായി നമ്മുടെ ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയായി ചെയ്യാൻ സഹായിച്ച സർവ്വകൃപാലുവായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ശേഷമായി നമ്മുടെ വിവാഹ ശുശ്രൂഷ ആശീർവദിക്കാനായി കടന്നു വന്ന ശ്രീ ജോമോൻ ജോസഫിനോട് നന്ദി സ്നേഹം അറിയിക്കുന്നു. സെൻട്രൽ ശുശ്രൂഷനായി സേവനം അനുഷ്ഠിക്കുന്ന ഏബ്രഹാം ജോസഫിനോട് നന്ദി സ്നേഹം അറിയിക്കുന്നു. മടത്തുംപടി ചർച്ചിൻ്റെ പാസ്റ്ററായി സേവനം അനുഷ്ഠിക്കുന്ന ടി എം കുഞ്ഞോൻ അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ചേലക്കരയിൽ നിന്ന് കടന്നു വന്ന റെജിമോൻ ജോൺ പാസ്റ്ററും ദൈവനാമത്തിലുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ചെസ്സോളുടെ യൂത്ത് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന വിജയ് ജോണിനുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. പിന്നെ ഈ സ്റ്റേജിൽ വേദിയിലും അയക്കുന്ന ദേവദാസന്മാർക്കും സ്നേഹം നന്ദി അറിയിക്കുന്നു. വേറെ സ്റ്റേജ് സൗണ്ട് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായും ഭംഗിയായി ചെയ്യുന്ന
CB ഗ്രൂപ്പിനുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. കാറ്ററിംഗ് സർവീസ് നടത്തുന്ന അല്ലു കാറ്ററിംഗ്സ് നെടുങ്ങാടുപള്ളിയുടെ നന്ദി സ്നേഹം അറിയിക്കുന്നു. അപ്പോൾ ഈ ഓഡിറ്റോറിയം ഏകദേശം നമുക്ക് അനുവദിച്ച് തന്ന ഇമ്മാനുവൽ മർത്തോമ ചർച്ചിൻ്റെ ഭാരവാഹികളുടെ നന്ദി സ്നേഹം അറിയിക്കുന്നു. പിന്നെ ഈ ജീവനോട് അതുവരുമാനോടുള്ള സ്നേഹാർത്ഥം ഇവിടെ കടന്നു വന്നു ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി സ്നേഹം ആശീർവദിച്ചിട്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ ഒരിക്കൽ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മളെ തലമുറക്കണം. വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കപ്പെടുവാൻ സർവകൃപാലുമായ ദൈവം ചെയ്തു. ദൈവത്തിൻ്റെ സാന്നിധ്യം ശുശ്രൂഷയുടെ ആരംഭ സമയം മുതൽ ഇതുവരെയും ദൈവം നൽകുവാൻ ദൈവത്തിൻ്റെ കരുണയ്ക്കും വിശ്വസ്തതയ്ക്കുമായി കർത്താവിനെ സ്തോത്രം ചെയ്യാൻ ഹല്ലേലൂയ. ധന്യമായ കൃപകളെ കർത്താവ് സഹായിക്കാൻ വേണ്ടി അനാവശ്യമായ നിർദ്ദേശങ്ങൾ ആലോചനകൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ സത്യങ്ങൾ ഇന്ന് പകൽ കർത്താവിൻ്റെ ദാസനിലൂടെ നമുക്ക് നൽകുവാനായിരുന്നു. ശുശ്രൂഷയെ ആസ്വദിക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ദാസനെ കർത്താവ് ശക്തീകരിക്കുവാനായിരുന്നു. സർവ്വപരി ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൻ്റെ കർത്താവ് സഹായമായിരിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് നിമിഷത്തലകളൊക്കെ പ്രാർത്ഥിക്കുക. ശുശ്രൂഷയുടെ ആരംഭ സമയത്തും ഞങ്ങളുടെ സാന്നിധ്യം നമുക്കായി കർത്താവ് നൽകിയല്ലോ. അവരുടെ സ്നേഹത്തിനായ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ശുശ്രൂഷ കർത്താവിനോളം ആസ്വദിച്ച് അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ കരുണയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. അവരുടെ തന്നെ നാമത്തിന് നന്ദി പറഞ്ഞ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന്റെ സ്നേഹത്തിനായി പ്രാർത്ഥിക്കുന്നു. അനേക കുടുംബങ്ങൾ ശിഥിലമാകുമ്പോൾ കർത്താവിനെ തകർന്നിരിക്കുമ്പോൾ സ്തോത്രം. ദൈവത്താൽ പണിയപ്പെടുന്ന കുടുംബങ്ങൾ നിലനിൽക്കുന്നത് കർത്താവേ, വചനത്തിന്റെ നിശ്ചിതമായിട്ടുള്ള ജീവിതം നയിപ്പാൻ കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരെടുത്തിരിക്കുന്ന സുന്ദരിമാനും അന്ത്യത്തോളം നിവർത്തിപ്പാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആത്മീയമായ ഭൗതികമായ കർത്താവ് നൽകി അവരെ ആസ്വദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവരെ ആസ്വദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന സഭകളെ ആത്മീയമായ പുരോഗതി നൽകുവാൻ ഇരു സഭകളെ കർത്താവ് സഹായിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, നിന്റെ കൃപാലുമേ പ്രാർത്ഥിക്കുന്നു. സന്നിഹിതരായ കർത്തദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷദാസനായ സ്തോത്രം കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ സഭാ ശുശ്രൂഷകനായി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു. സന്നിഹിതരായ സഭാകരണങ്ങളെയും പ്രിയപ്പെട്ടവരെല്ലാം ഓർമ്മകൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാത്തിനും സമാധാനം അനുഗ്രഹങ്ങളും എല്ലാവരുടെയും കർത്താവിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലരും കേട്ട് കർത്താവിന്റെ കർത്താവിനെ കർത്താവിനെ സ്വീകരിക്കാത്തവരെങ്കിലും ഈ ശിശുവിടെ പങ്കെടുക്കുന്ന കർത്താവ് കർത്താവിനായി നിലനിൽക്കുവാൻ സംഭവിക്കുമ്പോൾ അവരെ കാണപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തരത്തോളം സമയത്ത് സാന്നിധ്യം നൽകുന്നതായി പ്രാർത്ഥിക്കുന്ന കർത്താവ് സകല ലോകത്തിലെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നവർക്ക് കേൾക്കുമാറാകണമെന്ന് നമ്മുടെ കർത്താവിന്റെ നിശ്ചിതമായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ആശ്വാസത്തിനും സംസർഗവാസം അവരുടെ വാക്കെല്ലാ വിഷയത്തിന്റെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്തോത്രം ചെയ്യുക. ശുശ്രൂഷകളുടെ സ്ഥാനത്തിരിക്കുന്നു. മാത്രമുള്ള കാര്യങ്ങളിൽ ചെയ്യുന്ന പലകൾ അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷകളിൽ ശ്രദ്ധിച്ച ദൈവസഭരാജനായ
പ്രവർത്തകനായി പ്രാർത്ഥിക്കുകയാണ് മോഹൻ ഭാഷ. പരിശുദ്ധനാമേയും പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ട ആരാധനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഹായിക്കണം, ഇതിനെ വിശദീകരിക്കണം, അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. സമ്മാനദാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ കൊടുക്കുന്ന അവസരമാണ്. അപ്പോൾ തന്നെ ഭക്ഷണമുള്ള കാര്യങ്ങളും അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് വളരെ കൃത്യമായി ചെയ്യണം. ക്ഷണിക്കപ്പെട്ട എല്ലാവരും നാൽപ്പത്ത് സഹകരിക്കുക വേണമെന്നുള്ള നിർദ്ദേശങ്ങൾ കേൾക്കാൻ കഴിയിക്കണം. തിടുക്കം കൂട്ടരുത്. എല്ലാം വളരെ ശാന്തമായി ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. സമ്മാനദാനങ്ങൾ നൽകുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള അവസരമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആശംസകൾ
പഞ്ചായത്ത് പ്രസിഡന്റൊപ്പം പെരുവൻ വാർഡ് ഉൾപ്പെടുന്ന മെമ്പറുകളാണ് ഈ അവസരം ആശംസ അറിയിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ജിബിനും ഷിനിക്കും ദൈവം കുടുംബജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ നല്ല നല്ല പുതുവഴികൾ തുറന്ന് അവരുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പഴവങ്ങാടി പഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിൽ എൻ്റെ വാർഡിൻ്റെ പേരിലുള്ള എല്ലാവിധ വിവാഹ മംഗള ആശംസകളും നേരുന്നു.